ഓം ശാന്തി. ഓം ശാന്തി. എല്ലാവരും പറഞ്ഞേ ഓം ശാന്തി. ഇന്ന് 5/4/22 വാണി പ്രഭാത മുരളി. ഇന്ന് ബാബു നമ്മളെ പഠിപ്പിക്കുകയാണ്. മീठേ ബच्चे बाप टीचर और सदगुरु तीनों ही परम प्रिय, तीनों ही एक है, तो याद करना भी सहज होना चाहिए. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവര് 3 പേരാണ്. നമുക്ക് ജന്മം നൽകിയ അച്ഛൻ, അമ്മയുണ്ട്, പിന്നെ നമ്മളെ പഠിപ്പിച്ച് ഉയർത്തിയെടുക്കുന്ന ടീച്ചർ, പിന്നെ നമ്മുടെ ആത്മാവിന് സദ്ഗതി നൽകുന്ന ഗുരു. ഇവിടെ ഈ 3 പേരും ഒന്നാണ്. അതുകൊണ്ട് ബാബ പറയാണ് ഓർമ്മിക്കാൻ എളുപ്പമാണ്. അതായത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട 3 സംബന്ധങ്ങളിലെ ഒരാളെ തന്നെ ഓർമ്മിക്കുന്നത് വളരെ എളുപ്പമാകേണ്ടതാണ്. ചോദ്യം: ഇസ് കലിയുഗമേ സദാ ജവാൻ കോൻ രഹതാ ഹെ ഔർ കൈസെ? ഈ കലിയുഗത്തിലെ ആരാണ് സദാ ചെറുപ്പക്കാരനായിട്ടിരിക്കുന്നത്? എങ്ങനെ? ബാബു ചോദിക്കുകയാണ്, ഈ കലിയുഗത്തിൽ ആരാണ് ചെറുപ്പക്കാരനായിട്ടിരിക്കുന്നത്? എങ്ങനെ? ഉത്തരം: യഹം രാവൺ വികാർ സദാ ജവാൻ രഹത. ഇവിടെ രാവണൻ വികാരങ്ങള് സദാ ചെറുപ്പക്കാരനുണ്ട്, യൗവനാവസ്ഥയിൽ. മനുഷ്യ ബൽ ബൂഢാ ഹോ लेकिन उसमें जो विकार है, क्रोध है, वह कभी बूढ़ा नहीं हुआ. മനുഷ്യർ, അതായത് ശരീരം വൃദ്ധനാണെങ്കിൽ പോലും അവരിലെ വികാരങ്ങളും ക്രോധമെല്ലാം ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കുന്നില്ല. ദേഷ്യം വളരെയധികം കൂടാണ്. പ്രായമായാലും ഭയങ്കര ദേഷ്യമാണ്. വഹ് സദാ ജവാൻ രഹതാഹി. ഈ വികാരങ്ങൾ സദാ ചെറുപ്പക്കാരനായിട്ടാണ് ഇരിക്കുന്നത്. മരണേ തക് ബി വികാർ കി ആശ ബനി രഹതി. മനുഷ്യന് മരിക്കുന്നത് വരെ വികാരങ്ങളാണ്. കാമവികാരം തന്നെ മനുഷ്യന് മരിക്കുമ്പോഴും ഏത് പ്രായത്തിലും വേണ്ടയാണ്. ബാബ കാത്തെ ഹെ കാം മഹാശത്രു ഹെ, परंतु मनुष्यों का वही परम प्रिय मित्र है, इसलिए एक दो को तंग करते रहते. ഈശ്വരൻ പറയുന്നു കാമ മഹാശത്രു, മനുഷ്യര് പറയുന്നു ഇതാണ് ഏറ്റവും വലിയ മിത്രം. അതുകൊണ്ട് പരസ്പരം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഷ്ടപ്പെടുത്താന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക ചെയ്യുക. ബാബ പറയാണ്, ഈ ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരൻ വികാരങ്ങളാണ്. മനുഷ്യർക്ക് പ്രായമായാലും അവർ വികാരങ്ങൾ ഉപേക്ഷിക്കുന്നില്ല, ക്രോധം ഉപേക്ഷിക്കുന്നില്ല, കാമം ഉപേക്ഷിക്കുന്നില്ല. ഈശ്വരൻ പറയാണ്, ഗീതയിലും പറയാണ് കാമം മഹാശത്രു. പക്ഷെ ആളുകൾ പറയാണ് കാമം മഹാമിത്രമാണ്. അല്ല, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കും. എന്തെല്ലാമാണ് ആളുകൾ ചെയ്യുന്നത്? ബാബ പറയുകയാണ് പരസ്പരം നഷ്ടപ്പെടുത്തുന്നു, കഷ്ടപ്പെടുത്തുന്നു. ഗീതം മേമേക്ക് നന്നാസ ബച്ച. ഞാനൊരു പൊടി പൈതലാണ്. നമ്മൾ പറയാല്ലേ പൈതങ്ങളെ രക്ഷിക്കും. ഞാനൊരു പൊടി പൈതലാണ്. ഓം ശാന്തി. ബച്ചേ ബാപ് കോ യാദ് കർത്തേ. കുട്ടികള് അച്ഛനെ ഓർമ്മ. സമചിതേ ഹെ ഹം ഇസ് സമയ മായ അഥവാ രാവൺ ബലവാൻ കി ജഞ്ചീറോ മേ ഫസേ ഹുയേ. ബാബയുടെ കുട്ടികൾക്കറിയാം നമ്മൾ ഈ സമയത്ത് മായയുടെ അഥവാ ബലവാനായ രാവണന്റെ ചേരിൽപ്പെട്ട് കിടക്കാം. ബാബ കഹത്തെ ഹെ ഇസ്സെ ചുടാനെ വാല സമർത്ഥ ഹെ. ബാബ പറയാണ് ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് സമർത്ഥനാണ്. തും ബച്ചേ ജാനത്തെ ഹോ ഹം ആത്മായും ബലഹീന ഹെ. കുട്ടികൾക്കറിയാം നമ്മൾ ആത്മാക്കള് ബലഹീനന്മാരാണ്. നമുക്ക് എന്തുകൊണ്ട് ദേഷ്യം വരുന്നു? നമ്മൾ ബലഹീനരാണ്, അല്ലെ? നമുക്ക് എന്തുകൊണ്ട് ഫീലിംഗ്, ഇന്നലത്തെ വരദാനം ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് ബലഹീനമായതുകൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സിഗരറ്റ് മദ്യമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നത്? നമ്മൾ ബലഹീനന്മാരായതുകൊണ്ടാണ്. അപ്പൊ ഈ കലിയുഗത്തില് രാവണൻ ബലവാനാണ്, അതിനെ എതിർക്കുന്ന കുട്ടികൾ ബലഹീനരാണ്. രാവണനെ ബലഹീൻ ബനായാഹി. നമ്മുടെ ശക്തി അപഹരിച്ചതാരാണ്? ഈ വികാരങ്ങൾ തന്നെയാണ്, രാവണനാണ്. ഏത് ഞാൻ കൊയ് മനുഷ്യമേ നഹി. എന്നാൽ ഈ അറിവ് മനുഷ്യരിലില്ല. ആളുകൾക്ക് അറിയാം ശക്തി നഷ്ടപ്പെടാം. ശക്തി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ അവഗുണങ്ങളെല്ലാം കൂടണം. ക്രൂരത വർദ്ധിക്കുന്നതിനോടാണ് മനുഷ്യന് നന്മകൾ നഷ്ടപ്പെടുന്നത്. പക്ഷെ അത് ആര് കൊണ്ടുപോകുന്നു? അതാർക്കും അറിയാനും. ബാബ് ബൈഡ് ബച്ചംകോ ഞാൻ തരും. ഇവിടെ ബാബ ഇരുന്ന് തന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ. തും കിത്തനെ സർവശക്തിമാൻ വിശുക്കെ മാലിക് ദേ. നമ്മൾ എത്ര സർവശക്തിമാൻ വിശുദ്ധന്റെ അധികാരികളായി, അത്രയും നമുക്ക് ആത്മശക്തി ഉണ്ടായിരുന്നു. നമുക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. നമ്മൾ സദാ ആനന്ദത്തിലായിരുന്നു, നമ്മൾ വളരെ സന്തോഷത്തിലായിരുന്നു. ബാബ പറഞ്ഞു എത്ര സർവശക്തിമാന്മാരായിരുന്നു. അപ്പൊ കിത്തന കങ്കാൽ നിർബൽ ഹോകെ. ഇപ്പൊ നമ്മൾ എത്ര പാപ്പരായി,
എത്ര നിർബലരെ, കുചേലന്മാരായി. അകത്തും കുചേലന്മാരാണ്, പുറത്തും കുചേലന്മാരാണ്. इसलिए सब पुकारते हे परमपिता परमात्मा हमको आकर इस रावण की जंजीरों से छुड़ा. അപ്പൊ നമ്മൾ ദുർബലരായതുകൊണ്ടാണ് നമ്മൾ കരയുന്നത്. അപ്പൊ എന്ത് വിളിച്ച് നമ്മൾ കരയുന്നത്? ഹേ പരമപിത, ഹേ പതിത പാവന, വന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഹേ പതിത പാവനാവും. വഹി പതിതം കോ പാവൻ ബനാനെ വാലാ ഹെ. ആ ഈശ്വരനാണ് പതിതരെ പാവനമാക്കുന്നത്. ഈ സമയ ഹേ രാവൺ രാജ്, സ്വർഗ് കോ രാമരാജ്, നരക കോ രാവൺ രാജ് കഹാ ജാതാ ഹെ. ഈ സമയത്ത് ഇത് രാവണ രാജ്യം, സ്വർഗത്തെ രാമരാജ്യം എന്ന് വിളിക്കും, ഈ നരകത്തെ അല്ലെങ്കിൽ കലിയുഗത്തെ രാവണ രാജ്യം എന്ന് പറയും. रावण भी बलवान है, राम भी बलवान है, क्योंकि दोनों ही आधा आधा कल्प राज करते हैं. രാവണനും ബലവാനാണ്, രാമനും ബലവാൻ, രണ്ടുപേരും അരക്കൽപ്പം രാജ്യം ചെയ്യും. പക്ഷെ രാമന്റെ ഭരണകാലത്ത് എന്താണ്? കുറച്ച് മനുഷ്യരുള്ളൂ. രാവണന്റെ സൈന്യത്തിലാണെങ്കിലോ അനേക മനുഷ്യർ. രാവണൻ ശക്തനാകുമ്പോഴാണ് രാമൻ വരുന്നത്, അല്ലെ? അപ്പൊ രാവണൻ കയറി വരുന്നതോ അത് ഒരു ഇടവേളയിൽ കയറി വരാം. മനുഷ്യത്വ സബ് പതിതയ്ക്ക്, എല്ലാവരും പതിതരായി. तुम भी पहले पतित थे, अब पतित पावन आकर तुमको पावन बनने का ज्ञान दे रहा. നമ്മള് ബാബ നമ്മളോട് പറയാണ്, കുട്ടികളെ നിങ്ങൾ പതിതരായിരുന്നു, ഇപ്പോൾ പതിത പാവനൻ വന്ന് പാവനമാക്കാനുള്ള ജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. നമ്മൾ പാവനമായിട്ടില്ല, നമ്മുടെ ഉള്ളിൽ ധാരാളം പതിതത്വം കിടപ്പുണ്ട്. പക്ഷെ വ്യത്യാസം നമുക്ക് മനസ്സിലായി, നമ്മൾ ആ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. യോഗ അവർ ജ്ഞാൻ, ഇതിനു വേണ്ടിയിട്ട് എന്താണ്? ജ്ഞാനവും യോഗവും. പഹലേത്തോ ബാബുക്കെ സാത്ത് യോഗ ചാൻ. നമുക്ക് ജ്ഞാനം കൊണ്ട് വികാരങ്ങളെ ജയിക്കാൻ പറ്റും. അതിന് ബാബയുമായിട്ടുള്ള ചേർച്ച, യോഗം വേണം. ദുനിയാമേം ബാപ്പ് അലഗ്, ടീച്ചർ അലഗ്, ഗുരു അലഗ്. ലോകത്ത് അച്ഛൻ വേറെയാണ്, ടീച്ചർ വേറെയാണ്, ഗുരു വേറെയാണ്. യാത് കർണ പഠിത്താഹി. ഇപ്പോൾ 3 പേരെ ഓർമ്മിക്കേണ്ടത്. ഫലാന ടീച്ചർ ഹംകോ പഠാത്തേഹി. ഇന്ന ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ പഠിത്തത്തിലാണെങ്കിലോ പല വിഷയങ്ങൾക്ക് പല ടീച്ചർമാർ. തും തീനും ഹി സംബന്ധിച്ച് ഏകോ യാത് കർത്തേ ഹോ. എന്നാൽ ഇവിടെ എന്താണ്? നമുക്ക് അച്ഛനും നമുക്ക് ടീച്ചറും നമുക്ക് ഗുരുവും എല്ലാം ഒരേ ഒരു ബാബ തന്നെയാണ്. അപ്പൊ 3 സംബന്ധങ്ങളിലും ഒരാളെ ഓർമ്മിച്ചാൽ മതി. തീനും കാ നാം ഏക ഹി ശിവ. ഈ 3ന്റെയും പേര് ഒന്നേ ഉള്ളൂ, ശിവ എന്നാണ്. പരംപ്രിയ പരംപിത പരംപ്രിയ പരമശിക്ഷക് പരംപ്രിയ സദ്ഗുരു വഹ് ഏക. പരമപ്രിയനായ പരമപിത, അല്ലെ? അത് പ്രിയപ്പെട്ട ഒരാളെ ഓർമ്മിക്കാൻ പാടില്ല. നമുക്ക് ശത്രുവിനെ നമ്മൾ ഓർമ്മിക്കും, പക്ഷെ അത് ശരിയായ രീതിയിലുള്ള ഓർമ്മയല്ല, അല്ലെ? ഏറ്റവും പ്രിയപ്പെട്ട ബന്ധത്തിനെ ഓർമ്മിക്കാം. അപ്പൊ ബാബ പറഞ്ഞു, ഇത് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറാണ്, ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവാണ്. മനുഷ്യത്തോ ടീച്ചർക്കോ അലഗ്, ഗുരുക്കോ അലഗ്, ബാപ്പക്കോ അലഗ് യാത് കരെ. മനുഷ്യരാണെങ്കിലോ അച്ഛൻ വേറെയാണ്, അപ്പൊ അച്ഛനെ വേറെയായിട്ട് ഓർമ്മിക്കണം. ടീച്ചർ വേറെയാണ്, അത് വേറെ ഓർമ്മിക്കണം. ഗുരു വേറെയാണോ, വേറെ ഓർമ്മിക്കണം. ഉനോക്ക നാമരൂപ അലഗ് അലഗ് ഹി. ഇവരുടെ 3 പേരുടെയും നാമരൂപങ്ങൾ വേറെ വേറെയാണ്. ഏഹം തീനോക്ക നാമരൂപ ഏക ഹി ബുദ്ധിമേം ആത്താ. എന്നാൽ ഇവിടെയാണെങ്കിലോ ഈ 3ന്റെയും നാമരൂപം ഒന്ന് തന്നെയാണ്. രൂപ നിരാകാർ നാം ശിവ്. രൂപം എന്താണ്? നിരാകാരം, ജ്യോതിർബിന്ദു. പേരെന്താണ്? ശിവ്. അച്ഛനും ടീച്ചറും ഗുരുവും ഒന്ന് തന്നെയാണ്. ബുദ്ധിമേം ഏക ഹി യാദാത്താ. അപ്പോൾ പലതിനെ ഓർമ്മിക്കേണ്ട കാര്യമില്ല, ഒന്നിനെ ഓർമ്മിച്ചാൽ മതി. ശിവബാബ കാത്തെ ഹെ മേം ആതാ ഹൂം തും ബच्चों को इस मृत्युलोक से ले जाने जिसके आसार भी देख रहे. ഇനി എന്തിനാണ് ബാബ വന്നിരിക്കുന്നത്? ഈ മൃത്യുലോകത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകാനാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യത്തിനാണ്, നമ്മുടെ ഏറ്റവും ദുർഘടമായ ഒരു സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ആൾ വന്നിരിക്കുന്നത്. ബാബ പറയാണ്, വിനാശത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ബലവാൻ ബനനമേ മായ ബഹുത് സാമന കർത്തെ വിഘ്നതാണ്. അപ്പൊ നമ്മൾ ബലവാനാകാൻ ശ്രമിക്കുമ്പോൾ മായ അത്രയും വിഘ്നങ്ങൾ നമുക്കുണ്ടാക്കും. ബാബ പറഞ്ഞു, മായ നേരിടാൻ വരും. തും ബഹുത് ചോട്ട് കാത്തെ. നമ്മൾ ധാരാളം കൊട്ട് മേടിക്കേണ്ടത്. മായ കബി ജോർസെ തപ്പട്ട് മാർത്തി കബി ഹൽ. മായ ചിലപ്പോൾ ശക്തമായിട്ട് നമുക്ക് അടിത്തരും. നമ്മളെ ബലവാനാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി, നമുക്ക് ഫീലിങ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതുപോലത്തെ സാഹചര്യം വരും. കാമത്തിന്റെ സാഹചര്യങ്ങൾ വരും, ക്രോധത്തിന്റെ വരും, ധനം കൊണ്ടിട്ട് തരും, എല്ലാം ഇട്ട് തരും, അല്ലെ? ആഹാരത്തിനോടുള്ള ആസക്തി വർദ്ധിപ്പിക്കും. ഇതെല്ലാം മായ ശ്രമിക്കും. ബാബ പറഞ്ഞു, ചിലപ്പോൾ നിസ്സാരമായിരിക്കും, ചിലപ്പോൾ കടുത്തത് വരും. ജോർസെ ഐസ മാർത്തി ജോ വികാരമേ ഗിർപെടുത്തി. ബാബ ശക്തമായ അടി കിട്ടിയാൽ വികാരത്തിലേക്ക് വീഴും. അസർ ബഹുത് സമയ സ്ഥലത്ത. പിന്നെ അതിന്റെ പ്രഭാവം വളരെ കാലത്തേക്കായി, അല്ലെ? മനസ്സ് മാംസത്തോട് ചേർന്ന് പോകാം. അതാണ് ഈ കാമത്തിന്റെ ശത്രു എന്ന് ബാബു പറയുന്നത്. മനസ്സ് മാംസത്തോട് ചേർന്നാൽ പിന്നെ അതിൽ എടുക്കാൻ പാടില്ല. ക്രോധിക്കുമ്പോഴും ബാബ എന്താ പറയുന്നത്? മിനിമം 6 മാസം അതിന്റെ പ്രഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ശക്തമായിട്ടൊന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർ മിനിമം 6 മാസം നിങ്ങൾക്ക് തന്നെ ഓർമ്മിക്കാൻ പറ്റും, ശരിയായ രീതിയിൽ ഓർമ്മിക്കാൻ പറ്റും അതിന്റെ പ്രഭാവം. ഇനി നമ്മളത് മാറ്റിയെടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആരോടാണ് ദേഷ്യപ്പെട്ടത് അവരുടെ മനസ്സ് വേദന.
അതുകൊണ്ട് എപ്പോഴും ബാബ എന്ത് പറയും, ജ്ഞാനമാർഗത്തിലെ അനുഗ്രഹം വാങ്ങിച്ചു. ഭക്തിയിലും അത് തന്നെ പറയും. അച്ഛൻ്റെ അമ്മയുടെയും അല്ലെ ഗുരുത്തം കെട്ടനെന്ന്, അതായത് ഗുരുവിന്റെ ശാപം മേടിച്ചു വെച്ചു. അപ്പൊ ജ്ഞാനമാർഗത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ്, അല്ലെ നമ്മൾ ഇപ്പോ നമ്മള് ദാദിമാരൊന്നും വേദനിക്കില്ല, ശപിക്കുകയില്ല, പക്ഷെ വേദനിക്കും ചിലപ്പോൾ. ആ വേദന ഭാവം പറയാണ്, നിങ്ങൾ വെറുതെ മുതിർന്നവർക്ക് വേദന ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോ നോക്കിയാൽ യജ്ഞത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും തെറ്റുകുറ്റങ്ങൾ അപൂർവപ്പെടുത്തുന്നുണ്ടാവും. പക്ഷെ ഈ മുതിർന്നവരെ വേദനിപ്പിക്കുകയാണെങ്കിൽ പൊങ്ങത്തില്ല, ആര് എവിടെയെങ്കിലും അടി കൊണ്ടവർ വീഴും. അതിനാണ് ബാബ പറയുന്നത്, ഞാൻ പിടിച്ചു വച്ചിരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിങ്ങൾ പോകരുത്. പക്ഷെ പലപ്പോഴും ഇതൊന്നും നമ്മള് ഈ നമ്മുടെ മായ കൊണ്ടാണ്, നമ്മളും അതൊന്നും കണക്കിലെടുക്കില്ല. അപ്പൊ അതെന്താ സംഭവിക്കുന്നത്, ബാബ പറഞ്ഞു, മനസ്സിന്റെ വേറെ ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ അവരെ അപമാനിച്ചു, അവരുടെ മനസ്സിന്റെ വേദന നമ്മളെ പോകാൻ സംഭവിക്കുന്നില്ല. കാമവികാരത്തിലേക്ക് പോകണമെന്ന് പറ്റും. കാമവികാരം എന്ന് പറയുമ്പോൾ ആദ്യ മധ്യാന്ത ദുഃഖം നൽകുന്ന ബാബ പറയുന്നത് ശരീരത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സയൻസ് പറയും. പക്ഷെ മനസ്സ് ഈ മാംസത്തിൽ നിന്ന് പിന്നെ പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. ബുദ്ധിക്കോ ജൈസെ താല ലഗ് ജാത്ത, ബുദ്ധിയിൽ ബാബ പറഞ്ഞ ലോക്കിട്ട് പറയും. അപ്പൊ ബാബ കഥ മായ ഭുലാനേക്ക് ബഹുത്ത് കോശിഷ് കരും. ബാബ പറയണ ഈ മായാ രാജ്യത്തിൽ നമ്മൾ അതിനെ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ മായ ശക്തമായിട്ട് പ്രതിരോധം ഉണ്ടാകും. परंतु तुम भूलना नहीं, जितना तुम मेरे को याद करेंगे तो वर्षा भी बुद्धि में आएगा और ऊंच पद भी पाएंगे. ബാബ പറഞ്ഞു, മറക്കരുത്, എത്രമാത്രം നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നു കാരണം അത്രയും ആ സ്വത്തും ഓർമ്മയിൽ വരും, അപ്പൊ ഉയർന്ന പദവി നേടും. ഐസ കൊയ് ബച്ച നഹി ഹോഗ ജിസ്കോ ബാപു കാ വർഷ യാദനായി, എന്റെ അച്ഛന്റെ സ്വത്തറിയാത്തൊരു കുട്ടി ഉണ്ടാവില്ല. വർഷ ബച്ചെ ചിപ്പ് നഹി സക്ക, ഒരിക്കലും അച്ഛന്റെ സ്വത്ത് മക്കളിൽ നിന്നും പറഞ്ഞിരിക്കില്ല. അല്ലെ, നമ്മുടെ അച്ഛൻ്റെ സ്ഥലത്ത് ഒരു വീടുണ്ട്, ഒരു 10 സെന്റ് ഉണ്ട് എന്നെങ്കിൽ നമ്മൾ അറിയാതിരിക്കുന്ന എങ്ങനെയാണ്? അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ടാകും. തുമ്പി ജനത്തെ ഹോക്കി ഹം വിശുദ്ധി ബാദശാഹി ലേ സക്തേ ഹി നമ്പർവാർ പുരുഷാർത്ഥം. നമുക്കറിയാം നമുക്ക് ഈ വിശുദ്ധിയുടെ ആധിപത്യം എടുക്കാൻ പറ്റും, പക്ഷെ അവരവരുടെ പുരുഷാർത്ഥം. ഞായറാഴ്ചത്തെ വാണിയിൽ ബാബ എന്താ പറഞ്ഞു, ഈ ലോകത്തിലെ സകല ആത്മാക്കളും, കോടി ആത്മാക്കൾ എന്റെ അടുത്ത് സമ്പത്തെടുത്താലും ഒരു കുറവോട് സംഭവിക്കും. ഞാൻ സദാ ദാതാവാണ്, എനിക്ക് പിശിക്കില്ല, എന്റെ സമ്പത്തിന് പൂട്ടില്ല, എത്ര പേര് വേണേലും എടുത്തു. പക്ഷെ ബാബ പറഞ്ഞു, ഞാൻ കൊണ്ടുതരും, അത് എടുക്കണം പുരുഷാർത്ഥത്തിനനുസരിച്ച്. സബ് ഏക് ജൈസി രാജധാനി തോ ലേ നഹീം സകേ, എല്ലാവർക്കും ഒരുപോലെ രാജധാനി എടുക്കാൻ പറ്റില്ല. യഹ് രാജധാനി സ്ഥാപൻ ഹോ രഹി ഹി और जो आते हैं वह कोई രാജധാനി സ്ഥാപൻ नहीं करते. ഇവിടെ ഒരു രാജധാനിയുടെ സ്ഥാപനയാണ് നടക്കുന്നത്. ബാക്കി ഏത് ധർമ്മസ്ഥാപനത്തിൽ വന്നാലും അവർ അവര് രാജ്യം സ്ഥാപിക്കുന്നില്ല, അത് പിന്നീടേ വരികയും. सब एक जैसी राजधानी तो ले नहीं सकेंगे, ऐसे नहीं कहेंगे वह रावण के राज्य में माते. അവര് രാവണന്റെ രാജ്യത്താണ് വന്നതെന്നൊന്നും അവർക്കറിയാൻ പാടില്ല. രാവൺ കാ കണക്ഷൻ ഐ ഹി ഭാരത് കെ സാത്ത്, ഈ രാവണൻ ഭാരതവുമായിട്ടാണ് ബന്ധം. യഹാം ഹി രാവൺ കോ ജലാത്തെ ഹി അവർ തരഫോ രാവൺ കോ ജാനത്തെ ഹി നഹി, ഈ ഭാരതത്തിലാണ് രാവണനെ കത്തിക്കുന്നു, ദസറ നടത്തുന്നു. മറ്റു ദേശക്കാർക്ക് എന്ത് രാവണൻ, അവർക്ക് രാവണനെ അറിയാൻ പാടില്ല, രാമനെ അറിയാൻ പാടില്ല, ദൈവം ഉണ്ടെന്നറിയാം. ആധാ കൽപ്പിക്കെ ബാദ് രാവൺ രാജ്യം കൊത്ത, അര കൽപ്പത്തിന് ശേഷം രാവണ രാജ്യം വരും. സാത്താൻ എന്നൊക്കെ അവരും പറയുന്നുണ്ട്, സാത്താന്റെ രാജ്യമാണെന്നൊക്കെ പറയുന്നു. ജരൂർ സൂര്യവംശി വ ചന്ദ്രവംശി വാലോം സേ ഹി ഇസ്ലാമി ധർമ്മവാലെ നികലെ ഹോങ്കി, തീർച്ചയായിട്ടും ബാബു പറയാണ്, സൂര്യവംശം ചന്ദ്രവംശം അതിൽ നിന്നാണ് ഇസ്ലാം വന്നത്, അല്ലെ, ആദ്യത്തിൽ നിന്നായിരിക്കും ബാക്കിയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും പൂർവ്വജരാണ്, ഇസ്ലാമികളുടെയും ബൗദ്ധരുടെയും ക്രൈസ്തവരുടെയും എല്ലാവരുടെയും പൂർവ്വജരാണ്. അതുകൊണ്ട് ബാബ എപ്പോഴും നമ്മളോട് നിങ്ങൾ പക്ഷം പിടിക്കണം, നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തെ ഉയർത്തിയെടുക്കണം, പക്ഷെ പക്ഷം പിടിക്കാൻ പാടില്ല എന്ന് പറയും. ഏക് ധർമ്മസേഹി അവർ ബിരാദരിയാം നികൽത്തിക്കന, വെറും ഒന്നിൽ നിന്നല്ലേ പല ശാഖകൾ വരുന്നത്. ഐസനഹിം വഹ് ബിരാദരി നികലിത്തോ ഉസ് സമയ വഹം രാവൺ രാജ്യം പോകാം നഹിം വഹത്തോ ബാധ്യത. ആ കൊമ്പ് മുളയ്ക്കുമ്പോൾ അവിടെ രാവണ രാജ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം രാജ്യം രാവണ രാജ്യമാണ്, പക്ഷെ ഈ ആത്മാവ് സദോപ്രധാന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആത്മാക്കളെല്ലാം അവർക്ക് സദോപ്രധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 100% നെഗറ്റീവ് എന്നാണ് ബാബയ്ക്ക് പോസിറ്റീവ് ആക്കി വരുന്നത്. മറ്റേത് ഫ്രഷ് ആത്മാക്കൾ വരാണ്, അവർക്ക് വിഘ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അവരത് സഹജമായിട്ട് എത്തിക്കും. ഇപ്പൊ നമ്മളാരെയും കുറിച്ച് കുരിശി കെട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള എതിർപ്പുകൾ നമുക്ക് നേരിടാനുള്ള ശക്തിയില്ല, നമ്മൾ ബാബയെ വിട്ടുപോയി. നിസ്സാരമായൊരു പ്രശ്നം മതി, നമ്മള് ബാബയെ വിട്ടുപോയി, കാര്യം അതിനുള്ള ശക്തി നമുക്കില്ല എന്ന് ഭാവിക്കുന്നത്. അതിന് ബാബ വലിയ പരീക്ഷണങ്ങൾ നമുക്ക് തരികയില്ല, പക്ഷെ ശക്തി കൂടുന്തോറും പരീക്ഷണം കൂട്ടി നോക്കും. അപ്പോ ചിലര് വിട്ടുപോകുന്ന അതുകൊണ്ടാണ്, ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് വിട്ടുപോകുന്നത്. പക്ഷെ അവര് ഒരു കാരണവശാലും വിട്ടുപോകില്ല, എന്ത് വന്നാലും കുരിശു കയറ്റുമെന്ന് പറഞ്ഞാൽ അവര് ദൈവത്തെ വിട്ടിട്ടുണ്ട്. കാര്യം സദോപ്രധാനത്തിന്റെ ബലം അവർക്ക്. ബാബ തോ ആത്ര രാജധാനി സ്ഥാപൻ കർത്തേ ഹി വഹ് കൊയ് ആധാമേ കൊയ് ക്വാർട്ടർമേ പാത്തേ ഹി, ബാബ വന്നിട്ട് രാജധാനി സ്ഥാപിക്കുകയാണ്. അവര് പകുതിക്ക് ശേഷം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തിന് ശേഷമാണ് വരുന്നത്. സദോ പ്രധാൻ സേഫർ തമോ പ്രധാൻ വരും.
ആരാണെങ്കിലും ബാബ പറയുന്ന സതോ പ്രധാനത്തിൽ നിന്ന് തമോ പ്രധാനം. അത്രയും പവർ കാണിച്ച യേശു ക്രിസ്തു ഇപ്പൊ എവിടെയായിരിക്കും? വളരെ ദുർബലനായ ഏതൊരു പള്ളിയിലച്ഛനായിട്ട് വികാരങ്ങളിലേക്ക് പോവുകയും ധാരാളം അപമാനങ്ങൾ സഹിക്കുകയും എങ്ങനെ അപ്പുറത്തേക്ക് കടക്കണമെന്ന് അറിയാണ്ട് ദൈവത്തെ വിളിച്ച് കരയായി. തമോപ്രധാന അവസ്ഥ, ദയനീയമായ അവസ്ഥയാണ് എല്ലാ ആത്മാക്കളും. ഇപ്പൊ ബുദ്ധനൊക്കെ ചൈനയിൽ നിന്നൊക്കെ അവരൊക്കെ ഈ ചൈനയെ പേടിച്ചിട്ട് തായ്വാനിൽ നിന്നൊക്കെ നീങ്ങേണ്ടി വരുമ്പോൾ, ലാമന്മാരൊക്കെ നീങ്ങേണ്ടി വരുമ്പോൾ അതൊക്കെ ബുദ്ധന്റെയൊക്കെ സോളായിരുന്നു. അപ്പൊ അവരെല്ലാം തമോപ്രധാന അവസ്ഥയിൽ അവരും ആന്തരികമായും ബാഹ്യമായും പാപ്പരായി പോയിട്ടുണ്ടാവും. ഉൻകേലിയെ അല്പകാലത്ത സുഖ അവർ ബഹുകാലത്ത, അവർക്ക് സ്വല്പ സുഖവും കൂടുതൽ ദുഃഖവുമാണ്. യഹ്ബി ഖേൽ സമഛായ ജാത്ത, ഇതെല്ലാം ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കത് കളിക്കാം. പകലെ പാവന്റെ ഒരു പതിത ബനത്തെ, ആദ്യം പാവനമായിരിക്കും പിന്നെ പതിതമാകും. പകലെ ഏകഹി ദേവി ദേവതാ ധർമ്മത അവർ ധർമ്മം കി വൃദ്ധി ഹോത്തി, ആദ്യം ഏകധർമ്മമായിരിക്കും പിന്നീട് ബാബ പറയാണ് പലതായി വരും. ആദ്യം ഒരു തായി തന്നെ, അതിൽ നിന്ന് കൊമ്പുകൾ വരാതിരിക്കത്തില്ല, കൊമ്പുകൾ വരും. ദേവതായും ബുദ്ധി ഹിന്ദു ബൻ ജാത്തെ ഒരു കിസം കിസം കി മൾട്ടിപ്ലിക്കേഷൻ ഹോത്തി രഹത്തെ, ദേവതകളാണ് ഹിന്ദുക്കളായി മാറും. പിന്നെ അതിൽ നിന്ന് എത്ര തരം ഹിന്ദുക്കൾ? ഏതാണ്ട് 60,000 തരം ഉണ്ടെന്നൊക്കെ പറയും. അത്രയങ്ങ് മൾട്ടിപ്ലിക്കേഷൻ വരും. വഹുപുർ അപ്പനെ ധർമ്മസ്ഥാപകക്കെ പിച്ചാടി ചലെ ജാത്തെ, അവരാണെങ്കിലോ ആ ധർമ്മസ്ഥാപകന്റെ പിറകെ വരാണ്. ദേവതാധർമ്മം പ്രായരൂപം, ദേവതാധർമ്മം കാലഹരണപ്പെടും. ഹായ് സബ് ദേവി ദേവതാ ധർമ്മ വാലെ പരന്തു അപ്പനേക്കോ ദേവതാ കഥ നഹീം സക്തി ക്യോങ്കി പവിത്ര നഹീ. എല്ലാവരും ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരാണ് യഥാർത്ഥം. പക്ഷെ ദേവത എന്ന് പറയാൻ പറ്റില്ല, കാര്യത്തില്ലെങ്കിൽ പവിത്രതയില്ല. പവിത്രതക്കെ ബിഗർ അപ്പനേക്കോ ദേവതാ കഹലാന ബേക്കായതേ ഹോ ജാത്തേ. പവിത്രതയില്ലാതെ ദേവത എന്ന് പറയുന്നത് ബാബ പറയണു നിയമവിരുദ്ധമാണ്. നമ്മള് ദേവത എന്ന് വിളിക്കില്ല, ബ്രാഹ്മണർ എന്ന് പറയും. അല്ലെ, ബ്രാഹ്മണരിൽ രണ്ടും ഉണ്ടാവും. ജോ അസുൽ ദേവി ദേവതായി എന്തേ വഹി ഫിർ ക്ഷത്രിയ ഫിർ സോ വൈശ്യ സോ രുദ്ര ശൂദ്ര ബഞ്ചാത്തേ. യഥാർത്ഥത്തിൽ ദേവി ദേവതകൾ ആയിരുന്നവരാണ് പിന്നീട് ക്ഷത്രിയരായി, പിന്നീട് വൈശ്യരായി, പിന്നീട് ശൂദ്രരായി, അഭിഫിർത്തും ബ്രാഹ്മണരായി, പിന്നെ നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണരായി മാറി. ഏഹ് ബാത്യം ആർ ധർമ്മവാലെ നഹീം സംശയെങ്കിൽ, ഈ കാര്യങ്ങൾ ഈ ചാതുർവർണ്ണത്തെ കുറിച്ചൊന്നും മറ്റു ധർമ്മത്തിൽപ്പെട്ടവർക്ക് അറിയില്ല. ദേവതാ ധർമ്മവാലഹി യഹം ആയെങ്കിൽ ബാക്കിത്വ ബാധ്യമേ ആത്തരേ. കാരണം ഈ ജ്ഞാനമാർഗത്തിൽ ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരെ വരുള്ളൂ, ബാക്കി അവസാനം എല്ലാവരും കൂടി കയറും. ആകെ ചൽക്കർ വൃത്തി ബഹു, കുറെ കഴിയുമ്പോൾ എല്ലാവരും ക്രിസ്തുവിന്റെ ആത്മാവൊക്കെ ഇതിനകത്തേക്ക് വരും. മുഖവംശാവലിക്ക് വൃദ്ധി ഹോത്തി, മുഖവംശാവലി അഭിവൃദ്ധിപ്പെടും. പ്രജാപിത ബ്രഹ്മ ബ്രാഹ്മൺ ധർമ്മ അപസ്ഥാപൻ കർത്തേ. പ്രജാപിത ബ്രഹ്മാവും ഈ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണ ധർമ്മത്തിന്റെ സ്ഥാപന ഇപ്പോഴാണ്. പ്രജാപിത ബ്രഹ്മക്കെ വെച്ച് ജരൂർ ബ്രഹ്മകുമാരിയാം പോകേന. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികള് തീർച്ചയായിട്ടും ബാബ പറയുന്നത് ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ബ്രാഹ്മൺ വർണ്ണ വാലേഹി ദേവതാ ബനേഹി, ബ്രാഹ്മണ വർണ്ണമേ ദേവതയാണ്. ഇവിടെ ജാതിയുണ്ട്, ജാതി ഇവിടെ ജാതീയ ബ്രാഹ്മണരല്ല, പകരം മുഖവംശാവലികളാണ്, കർമ്മണ ബ്രാഹ്മണരാണ്. ആർക്ക് വേണേലും പറയനും തുലയനും ഉദാഹരണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അവർ ഇവിടെ ജാതിയില്ല. പക്ഷെ ബ്രാഹ്മണനാകാണ്ട് ദേവതയാണ്. ഡേറാക്കർ നോളജിന്റെ അവർ ധാരാളം പേര് വന്ന് ഈ അറിവ് എടുക്കും. തും പുരുഷാർത്ഥ കർത്തേക്കോ സൂര്യവംശി രാജധാനിയമേ മാനേക്ക. നമ്മൾ എന്തിനാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്? സൂര്യവംശ രാജധാനിയിൽ വരാൻ. ഉന്മേം ഭി മുഖ്യ ഹേ 8, ബാക്കി തോ വൃദ്ധി ഹോ ജാതി. അതിൽ ബാബ പറയുന്ന പ്രധാനം 8 പേരാണ്, ബാക്കി ബാബ പറയണം എണ്ണം ഉണ്ടായിരിക്കും. ജോ മമ്മ ബാബാക്ക ബനേങ്കി കുച്ച് സുനേങ്കി തോ വഹ ആയേങ്കി. ആരാണോ മമ്മയുടെയും ബാബയുടേതും ആവുന്നത്, സ്വല്പം വിജ്ഞാനം കേൾക്കുന്നത്, അവർ വരും. പ്രദർശിനിമേ ഡേറാത്തെ, ഒരു പ്രദർശിനി വയ്ക്കുമ്പോൾ എത്ര പേരാ വരുന്നത്? ഉനസെ കൊയ്യെ നികൾത്തെ ജോ അച്ചി രീതി പുരുഷാർത്ഥ കർത്തി. അതിൽ നിന്നും വളരെ കുറച്ചു പേരെ സംഘടനയ്ക്ക് വരുള്ളൂ, അതില് വളരെ കുറച്ചു പേരെ നല്ല പുരുഷാർത്ഥം ചെയ്യുള്ളൂ. പഹലെ ബാബുക്ക പരിചയം ജരൂർ ഹോനാച്ചായി. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഒരാൾ പ്രദർശനയിൽ വരും, നമ്മൾ കണ്ണി കണ്ടതൊക്കെ, പക്ഷെ ഭഗവാൻ വന്ന കാര്യം പറഞ്ഞു. ഭഗവാൻ ഇനിയിപ്പോ എപ്പോ പറയും? അതാണ് ഇപ്പൊ നമുക്ക് പറ്റുന്ന കുഴപ്പം. ദൈവത്തിന്റെ കാര്യം വെച്ച് ബാക്കിയൊക്കെ കണ്ണി കണ്ടതൊക്കെ ബാബ പറയാണ്, ഞാനീ വന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ അവർ പോയാൽ തീർന്നില്ലേ? അവര് പറയാൻ പരാതി പറയും, നമുക്ക് സന്ദേശം കിട്ടിയില്ല. ഞങ്ങൾ ബ്രഹ്മകുമാരീസിന്റെ സ്റ്റാളിൽ ചെന്നു വലിയ പരാതി ആയിരിക്കുന്ന ബാബ പറഞ്ഞു, ഞങ്ങൾ ബ്രഹ്മകുമാരീസിന്റെ സ്റ്റാൻഡിൽ വന്നു. ബാബറില്ല, മധുവനിൽ പോലും നിങ്ങൾ എന്റെ കാര്യം പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ അവിടെ പോയി പറയാൻ? ബാബർ അത് യുക്തിയോടുകൂടി എന്റെ കാര്യം പറയണം. അപ്പൊ ആദ്യം ഭഗവാന്റെ പരിചയം കൊടുക്കണം. फिर करके कोई लिंग रूप कहते व ज्योति रूप कहते बाबा समझने से ब्रह्म जो महत्व है उनको फिर भगवान नहीं कह सकते. ചിലര് ലിംഗരൂപം എന്നൊക്കെ പറയും, ജ്യോതിർരൂപം എന്നൊക്കെ പറയും. ബാബയെ മനസ്സിലാക്കുമ്പോൾ പിന്നെ ബ്രഹ്മം മഹത്വത്വമാണ്, ഭഗവാനല്ല എന്നവർ മനസ്സിലാക്കും. പരംപിത പരമാത്മാത്തോ നോളജബിൾ ഹേ, ബ്രഹ്മ നോളജബിൾ തോടെ ഹേ. പരംപിത പരമാത്മാവ് നോളജഫുൾ ആണ്, ബ്രഹ്മം നോളജഫുൾ അല്ല. അല്ലെ, ഈ ഒരു അന്തരം ഭാരതത്തിലെയാണ് ഈ ജ്ഞാനമൊക്കെ ഉള്ളൂ. ഭാരതത്തിൽ ബാബ പറയണം
ഈ അന്തരം കൃത്യമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു. ബ്രഹ്മം ഇങ്ങടേക്ക് ഇറങ്ങി വന്നിട്ടില്ല, ബ്രഹ്മം വരികയും ഇല്ല. അല്ലെ? ബാബ പറയാണ് ബ്രഹ്മത്തിൽ നിന്നും ഞാൻ വരും, ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമാണ് ഞാൻ. ഗീതയിൽ എപ്പോ പറഞ്ഞാൽ എന്താ? ഉപനിഷത്തുകൾ മുഴുവൻ പറയുന്ന ബ്രഹ്മമാണ്. ഈശാവാസ്മിതം സർവം ഓമിത്യേകക്ഷരമിതം സർവം. അങ്ങനെ അവരെല്ലാം സർവം ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മം, അതല്ലാണ്ട് വേറെ ഒന്നില്ല. പക്ഷെ ഗീതയിൽ അവിടെ പറഞ്ഞാൽ എന്താണ്? അത് എന്റെ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവയസ്യജ, ബ്രഹ്മത്തിന്റെയും ആധാരം ഞാൻ തന്നെ. ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത്, പക്ഷെ ബ്രഹ്മം എന്റെയാണ്. അപ്പൊ ബാബ പറയാണ് ബ്രഹ്മത്തിൽ ജ്ഞാനസാഗരനായ പരമാത്മാവ് ഉണ്ട്. അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. തും പൂജ്യദേഹത്തോ ആത്മാക്കാരൂപക്കാഹി. നമ്മൾ ആളുകളോട് ചോദിക്കും ആത്മാവിന്റെ രൂപം എന്താണ്? തോ ലിംഗ് കഹദേത്തേഹി ക്യോങ്കി ലിംഗ രൂപത്തി ഹി പൂജ ഹോത്തി. അപ്പൊ അവര് ലിംഗം എന്നേ പറയൂ. അവർ ലിംഗരൂപത്തിന്റെ പൂജ ചെയ്യുന്നോണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്റ്റാർ കി പൂജ തോ കഹാഹിത, നക്ഷത്രത്തിന്റെ പൂജ അല്ലെങ്കിൽ ബിന്ദുവിന്റെ പൂജ എങ്ങുമില്ല. എന്നാ ജാനനേക്കെ കാരൻ കുച്ചിനെ കുച്ച് ബനാദേത്തെ. ആ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും രൂപം ഉണ്ടാക്കി പൂജിക്കുന്നു. ടിക്കർ മിത്തർ സമയം ഭഗവാൻ പദത്തെ. പിന്നെന്താ പറയുന്നത്? തൂണിലും തുരുപ്പിലും എല്ലാം ഭഗവാൻ ഇരിപ്പുണ്ട്. ബാബ സമച്ചാത്തെ ആത്മാത്വ സ്റ്റാർ ഹേ ആത്മാവും ഇക്കട്ട ചൂണ്ടുപി ദേഹസം. ബാബ മനസ്സിലാക്കി തരികയാണ് തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഒരു തത്വം ഇരിപ്പുണ്ട്. പക്ഷെ ആത്മാവ് ഒരു നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ ആത്മാക്കളുടെ ഒരു കൂട്ടം ബ്രഹ്മതത്വത്തിലുണ്ട്. ജബ് സബി ആത്മായോ വാപ്പിസ് ജായെങ്കി तो बड़ा झुंड होगा ना. എല്ലാ ആത്മാക്കളും മടങ്ങി പോകുമ്പോൾ അവിടെ വലിയൊരു കൂട്ടമായില്ലേ. ഉൻകോ കഹാ ജാതാ ഹെ സൂക്ഷ്മ സേ ഭി സൂക്ഷ്മ. അതിനാണ് പറയുന്നത് സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ അറിവ്, ഗുഹ്യത്തിലും ഗുഹ്യമായ അറിവ്. ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് എന്താണ്? ആകാശ തത്വത്തെക്കാളും സൂക്ഷ്മമാണ്, അത് ഗുഹ്യമാണ്. അതിനേക്കാളും ഗുഹ്യമാണ് ആ ബ്രഹ്മത്തിൽ ആത്മാക്കളുണ്ട്. സാക്ഷാത്കാർ സേ കൊയ് കുച്ച് സമझने से. ബാബുറിന് ഈ ബിന്ദുവിന്റെ സാക്ഷാത്കാരം കൊടുക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവില്ല. സമझो किसको शिव का अथवा ब्रह्मा विष्णु शंकर का साक्षात्कार भी हो, പരന്തു ഫായിദ കുച്ച് നഹി. ബാബ പറയണോ ശിവന്റെയോ ബ്രഹ്മവിഷ്ണു ശങ്കരന്മാരുടെയോ ഒരു പടം കണ്ടു, സാക്ഷാത്കാരത്തിന്റെ ഒരു പടം കണ്ടു, പറഞ്ഞ എന്താ നേട്ടം? ഒരു നേട്ടം. യഹം തോ സൃഷ്ടിക്ക് ആദ്യ മധ്യത്തോ ജാനന ഹോത്തായി. ഇവിടെ ബാബ നമ്മളോട് എന്താ പറയുന്നത്? പഠിക്കണം, മനസ്സിലാക്കണം. സൃഷ്ടിയുടെ ആദ്യ മധ്യാന്തം മനസ്സിലാക്കണം. അത് സാക്ഷാൽ ബുദ്ധിയിൽ കൊണ്ടുവരാൻ. സാക്ഷാത്കാരമല്ല വേണ്ടത്. ഏത് പഠായി ഹേ, ഇത് പഠിത്തമാണ്. പരമാത്മാ ഭി ഏക് സ്റ്റാർ ഹേ ഇത്തനി ഛോട്ടി ചീസ് കോ ദേഖോ കിത്തനി മഹിമ. പരമാത്മാവിന്റെ രൂപം എന്താണ്? അതിസൂക്ഷ്മമാണ്, അണോരണീയം എന്ന് പറഞ്ഞേക്കാം. പക്ഷെ മഹിമ എത്ര വലുതാണ്. ജ്ഞാന കാ സാഗർ, പ്രേമ കാ സാഗർ, സുഖ കാ സാഗർ, വഹി സാരാ കാം കർത്തേ. അതാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അത് ജ്ഞാനത്തിൽ ആ ബിന്ദു ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. അതില് ബാബ പറയാണ് സുഖസാഗരമാണ്, അത് ആനന്ദസാഗരമാണ്, അത് എല്ലാത്തിന്റെയും സാഗരം. ഇൻകോ കഹാ ജാതാ ഹെ അതിഗുഹ്യവാദ്. ഇതിനാണ് പറയുന്നത് ഈ ഒരു ബിന്ദുവിൽ എങ്ങനെ ഇത്രയും കയറിയിരിക്കുന്നു. പറഞ്ഞു അതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. ബാബ കഹ്നേസെ ബുദ്ധിമേം ആനാ ചാഹിയേഗി ജരൂർ സ്വർഗക്കാ രചയിതാഹി. ബാബ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ വരും ബാബ അച്ഛൻ സ്വർഗത്തിന്റെ രചയിതാവാണ്. കഹത്തെ ബി ഹെ ജരൂർ ഭഗവാൻ കഹാം ന കഹാം ആയാ ഹുവാഹി. ആളുകൾ പറയുന്നുണ്ട് എവിടെയെങ്കിലും ഭഗവാൻ വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻസിൽ ധാരാളം പേരെന്താണ് ഭഗവാൻ വന്നിട്ടുണ്ട് അല്ലെ, ഈശ്വരൻ ഭൂമിയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ചിട്ട് അവർ ഭയങ്കര തപസ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ പകലൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി നോക്കും, ഒരൊറ്റണം ഉണ്ടാവില്ല. അവർ നോട്ടീസ് കൊടുക്കാൻ ഈ കടപ്പുറത്തൊക്കെ പോകുമ്പോഴും ഒരൊറ്റ വീടുകളിലാണില്ല. അപ്പൊ നമ്മളേക്ക് ഇവരൊക്കെ അവിടെ അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാൻ പോകും. അപ്പൊ ഈ പകലൊക്കെ ഇരുന്ന് പ്രാർത്ഥന ഉണ്ട് അവർക്ക് പള്ളിയിൽ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പല സ്ഥലത്ത് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആ ഡൂംസ് ഡേ, അന്തിമ നാളുകൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിംസിലും ധാരാളം പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഒതുങ്ങിയിരിക്കായിരിക്കും. അവർക്ക് ഈ ബാക്കി പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാകും. അവർക്ക് പ്രാർത്ഥന ഇരിക്കും. അഗർ ഗീതാക്ക ഭഗവാൻ ശ്രീകൃഷ്ണ ഹോത്താത്ത ഭഗ ദേഹധാരിത്വ ചിപ്പനെ സത്യം. ബാബ പറയണു ഭഗവാൻ വന്നിട്ടുണ്ട്, പക്ഷെ ആർക്കും അറിയാൻ പറ്റാത്ത എന്തുകൊണ്ട്? ബാബറിന് ദേഹധാരി കൃഷ്ണനാണെങ്കിൽ വന്നെങ്കിൽ ഒരു ദേഹധാരിക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റൂ? ഏകത്വം ബിൽക്കുൽ ഹി ഗുഹ്യപാത. ഇതൊക്കെ അതീവ ഗുഹ്യമായ കാര്യങ്ങളാണ്. കബി സുനാഹി നഹി ഹെ പരംപിത പരമാത്മാ ക്യാ ചീസ് ഹെ ആത്മാ ക്യാ ചീസ് ഹെ. ആരും ഒരിക്കലും കേട്ടിട്ടില്ല പരംപിത പരമാത്മാവിന്റെ സാധനമാണ്. ആത്മാവ് സാധനം എന്ന് പറയുമ്പോൾ ഒരു രൂപമുള്ള ഒരു വസ്തുവാണ്. ബാബ പറഞ്ഞു ആർക്കും അറിയില്ല. സിർഫ് കഹദേത്തെ ഭൃഗുടിക്ക് ബീജ് ചമത്താഹി ആജസിക്കാൻ. ഭക്തിയിൽ ഇങ്ങനെ പറയാറുണ്ട്, വെറുതെ പറയാറുണ്ട്. ഭൂമധ്യത്തിലൊരു വിചിത്ര നക്ഷത്രം തിളങ്ങും. അവർ അത്രയും പറയാറ്. പിന്നെ അത് ലിംഗാകൃതിയാണ്, ലിംഗാകാരം അകുഷ്ടാകാരം എന്ന് പറയും. ഇത്രേ ഉള്ളൂ. फिर उनको परमपिता परमात्मा कह देते. अब आत्मा और परमात्मा के रूप में फर्क के तो कुछ भी नहीं पड़ता है. ബാബ പറയണു ആത്മാവും പരമാത്മാവും തമ്മിൽ രൂപത്തില് ഒരു വ്യത്യാസമില്ല. क्या परमात्मा कोई भारी चीज के या बड़ी रोशनी ही. എന്താ പരമാത്മാവ് വളരെ ഭാരിച്ചൊരു വസ്തു അല്ലെങ്കിൽ ഭയങ്കര പ്രകാശമാണ്, അതിന്റെ സഹസ്ര സൂര്യപ്രഭ എന്നൊക്കെ പറയും. അവർ അങ്ങനെ പ്രകാശിക്കൊന്നുമില്ല. നഹി
വഹ്തോ സിർഫ് നോളജഫുൾ. ബാബ പറയണം അറിവിൽ അത് സാഗരമാണ്. അല്ലാണ്ട് അത് ഭയങ്കരമായ, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മബാബയിൽ നിന്ന് ബ്രഹ്മാവ് കത്തിപ്പോയി അല്ലെ. ബാബ പറഞ്ഞു അങ്ങനെയില്ല, പ്രകാശ ബിന്ദുവാണ്. ഗതി സദ്ഗതിക്കലിയെ ഞാൻ ഗതി, ഇത് അറിവാണ്, അത് ഗതിക്കും സദ്ഗതിക്കും വേണ്ടി ഞാൻ സാഗർ. ബാബയ്ക്ക് ഈ പ്രപഞ്ചത്തിന്റെ പൂർണ്ണമായ അറിവുണ്ട്. അതിലൊരു അംശമേ നമുക്ക് നൽകിയിട്ടുണ്ട്. നക്ഷത്രങ്ങളും നമ്മളും തമ്മിൽ ബന്ധം, എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കാം. ഇതിനൊക്കെ ഒരു അറിവുണ്ടല്ലോ. ബാബ പറയാണ് അതൊക്കെ ഇപ്പൊ നമുക്ക് ബാബ തന്നിട്ടില്ല, അതെന്തുകൊണ്ട് തരുന്നില്ല. ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞാൽ ഈ അറിവാണ്. പ്രപഞ്ചവും മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട് കിടപ്പാണ്. അത് മൊത്തം ഒന്നും അവർക്ക് അറിയാൻ പാടില്ല. 28 നക്ഷത്രം മറ്റുള്ള കളിയുള്ളൂ. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തമ്മിൽ ബന്ധമില്ല. ഒരു ഉറുമ്പ് നക്ഷത്രമായിട്ട് ബന്ധമുണ്ടാവും. ഒരു ഉറുമ്പിന്റെ ഒരു നക്ഷത്രം എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പൊ അതിന്റെ അറിവ് ബാബയ്ക്ക് ഉണ്ട് അല്ലെ. അപ്പൊ പക്ഷെ അത് പറയാത്ത എന്തുകൊണ്ടാണ്? അത് പറഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് കയറും. അതിനുള്ള ബുദ്ധി നമുക്കില്ല. ദ്വാപരയുഗത്തിൽ നമ്മൾ തന്നെ എനിക്ക് ഈ ശാസ്ത്രമൊക്കെ വളർത്തിയെടുത്തത്. അപ്പൊ ദ്വാപരയുഗത്തിൽ ബാബയ്ക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബുദ്ധിയിൽ ഇത് വന്നോളൂ. അതപ്പോ അവരുടെ സത്യത്തിൽ അങ്ങനെ കെട്ടിടം പണിയെന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കണ്ട. ആ സമയത്ത് ബുദ്ധി വർക്ക് ചെയ്തോളൂ. ഇപ്പൊ ബാബ എന്താ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ അത് പഠിക്കാൻ പോകുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത പുസ്തകം പഠിച്ചു അതൊക്കെ പഠിക്കാൻ പണിയെന്ത് പറ്റും? നമ്മുടെ ബുദ്ധി ഒന്നും താങ്ങാൻ പറ്റില്ല. കൂടുതൽ പഠിക്കുന്നവര് ഡ്രൈ ആയി. ഒരു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനും വിട്ടും പോയി. കാര്യം നമ്മുടെ ബുദ്ധിക്ക് കപ്പാസിറ്റി ഇല്ല. കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ബാബ സിമ്പിൾ ആയിട്ട് നൽകുന്നത്. അപ്പൊ നമ്മളിരുന്ന് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഋഗ്വേദത്തിൽ എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാബ പറയും പാടാവും, ബുദ്ധി ഡ്രൈ ആയി പോകും അല്ലെ. അതൊക്കെ ആ ദ്വാപരത്തിൽ നമ്മൾ വന്നോളും. ഓട്ടോമാറ്റിക്കലി നമുക്കത് വന്നോളും. അപ്പൊ നമ്മുടെ ബുദ്ധി രജോപ്രധാനമാണ് വന്നോളും. ഇപ്പൊ അത് എല്ലാവരും കയറി തലയിലെടുക്കാൻ നോക്കി. ബാബ പറയാണ് ജ്ഞാനിക്കാ സാഗർ പരംപിത പരമാത്മാക്കോ കഹേഗേ വാ രാവണത്തിൽ ചലനെ വാലെ മനുഷ്യർക്കോ. ജ്ഞാനസാഗരൻ പരംപിത പരമാത്മാവിനെ വിളിക്കണോ അതോ രാവണ മതത്തിൽ പെടുത്തുന്ന മനുഷ്യരാണ് അല്ലെ. അതുകൊണ്ട് എപ്പോഴും ബാബ എന്ന് പറയും നിങ്ങളെ പണ്ഡിതനാകാൻ ശ്രമിക്കുന്നു. ആളുകളോട് അത്യാവശ്യം ബാബ പറയും എന്റെ കാര്യം ഒന്ന് യുക്തിപരമായിട്ട് പറയാൻ വേണ്ടി ഗീതേനെ എന്തെങ്കിലും എടുത്ത് പറഞ്ഞേക്കുക. അവർ കൂടുതൽ പറയേണ്ട കാര്യം, എന്തിനാ കൂടുതൽ പറയേണ്ട കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കാൻ പോകും കണ്ടോ, വലിയ പാടാവും. ബാബ പറയും പണ്ഡിതനായാൽ പിന്നെ ഗീതയിലൊരു വാക്കുണ്ട്, വേദപാതരഥന്മാർക്ക് ഏകാഗ്രത ഉണ്ടാകും. പുസ്തകജ്ഞാനികൾക്ക് ഒരിക്കലും ഏകാഗ്രത ഉണ്ടാകും. ആ പുസ്തകം ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ അബദ്ധത്തിൽ ചാടരുത്. ബാബ കഥേ മേം അതോറിച്ച് ബാക്കി സബ് ഭക്തിമാർഗ സാമഗ്രി. ബാബ പറയാണ് ഞാൻ അതോറിച്ച്, ഞാൻ ജ്ഞാനത്തിന്റെ അതോറിച്ച്. ഭക്തിമാർഗത്തിന്റെ വിസ്താരത്തിൽ കണ്ടമാനം സാമഗ്രികൾ കിടപ്പുണ്ട്. ബ്രഹ്മ കെ ഹാത്ത് മേ ശാസ്ത്ര ദിഖാത്തെ ഹി പരന്തു ഉनको यह मालूम ही नहीं कि ब्रह्मा कौन है. ബ്രഹ്മാവിന്റെ കയ്യിലെ ശാസ്ത്രം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബ്രഹ്മാവിന് ഇത് എവിടെ നിന്ന് കിട്ടിയല്ലേ? ബ്രഹ്മാവാരാണ് ആർക്കും അറിയില്ല. ബാബ कहते मैंने आगे भी कहा है कि मैं സാധാരണ ബുദ്ധി തന്നെ മാതാവും. ബാബ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സാധാരണ ശരീരത്തിലാണ് വന്നത്. അത് ഗീതയിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാവും. അല്ല ആൾക്കാർ എപ്പോഴും പറയുന്നത് എന്താണ്? ഇത് നിങ്ങളുടെ ജ്ഞാനമല്ല. ഇന്നാള് സന്ദീപാനന്ദഗിരി കണ്ടപ്പോ നിങ്ങളില്ല മലമൗളിൽ നിന്ന് വരുന്ന ഒരു എന്തോ അതാണ് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സമ്മതിച്ചു തരാം. ഞങ്ങൾക്ക് അത് സമ്മതിച്ചു തരാൻ പറ്റില്ല അല്ലെ. നിങ്ങളൊരു ലൈറ്റ് ഇട്ടിട്ട് യോഗ കറണ്ട് പോയ തീർത്തില്ല. അപ്പൊ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കവിം പുരാണം അനുശാസിതാരാം അനോരണീയാം സമസ്മരേദ്യ. അവള് ഞെട്ടി. ഞാൻ പറഞ്ഞു സ്വാമി ആ പ്രകാശ ബിന്ദുവിനെ ശിവായി എന്ന് ഭാരതം വിളിച്ചു. ഞങ്ങൾ അതിനെ ധ്യാനിക്കുന്നില്ല. അത് ആൾക്കാർക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. അതിന്റെ കറണ്ടിന്റെയും ആ ബൾബിനെന്നുള്ള ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇതൊക്കെ കാര്യം അറിയാൻ പാടില്ല. അപ്പൊ അതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വേണ്ട, ഇല്ലേ നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഇയാൾ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. അത് ഇയാൾക്ക് പ്രഭാവം അല്ലെ. അപ്പൊ ബാബ പറയണു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാണ്. ജഗദീഷ് ഭായി ബാബ നിമിത്തമാക്കിയിട്ട് എന്ത് ചെയ്തു? അത്യാവശ്യം വേണ്ടതൊക്കെ അദ്ദേഹം ആ ആളെ നിമിത്തമാക്കി ബാബ പറഞ്ഞു. ബാബ നിങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിക്കും. കുറച്ചൊക്കെ പഠിച്ചാലേ പഠിച്ചവരെ പഠിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നതിന് ശരിയെന്ന് തോന്നും. ചിലപ്പോൾ നമുക്കൊരു ഇൻഫീരിയർ കോംപ്ലക്സ് തോന്നും. ഇത് നമ്മളുടെ മണ്ണത്തരമൊക്കെയാണ് വിളിച്ചു പറയുന്നത് തോന്നിപ്പോ. അതിനെന്തെന്ന് അറിയാൻ പിന്നെ നമുക്ക് പേടിക്കണ്ട. ഈ നന്ദീഗൺസെ ആക്കർ നോളജ് സുനാത്താകും. ഈ നന്ദീഗണത്തിൽ വന്നിട്ടാണ് ഞാൻ ജ്ഞാനം കേൾപ്പിക്കുന്നത്. മനുഷ്യ ഭാഗീരഥ ബി ദിക്കാത്തെ തോ ഗൗമുഖ ബി ദിക്കാത്തെ. മനുഷ്യര് ഭാഗീരഥനെയും കാണിക്കാറുണ്ട്, ഗോമുഖവും കാണിക്കാറുണ്ട്. അതായത് ഭാഗീരഥനിൽ നിന്നും ഗംഗ വന്നെന്ന് പറയും, ഗോമുഖത്തിൽ നിന്നും വന്നറിയും. അപ്പൊ ഭാഗീരഥസെ ബി ഗംഗ വയലസെ ബി ഗംഗ ദിക്കാത്തെ. പറഞ്ഞു ഭാഗീരഥനിൽ നിന്നും ഗംഗ, കാളയിൽ നിന്നും ഗംഗയൊക്കെ കാണിക്കും. റൈറ്റ് റോങ് ക്യാഹി സമച്ച് നഹി സക്. ഇതിൽ ഏതാ ശരി തെറ്റ് ആർക്കും മനസ്സിലാവില്ല. ക്യാ ബയൽ ജാൻവർ ഗംഗ നികലി ഹി. ബാബയ്ക്കാണ് എന്താ കാളയെന്നാണോ ഗംഗ വന്നത്? ഗൗമുഖ ദിക്കാത്തോ ഗൗ ഹനിച്ചായി. ഗൗമുഖം കാണിക്കുകയാണെങ്കിൽ പശുവല്ലേ വേണ്ടത്, കാളയല്ലോ. നന്ദിഗൺകോ ബയൽ ദിക്കാത്ത. നന്ദിഗണമായിട്ട് കാണിക്കുന്ന കാളയാണ്. ഏക മേൽപ്പോ ബരോക്ക. എന്തുകൊണ്ടെന്നാൽ ഗോ എന്ന് വെച്ചാൽ ജീവാത്മാവ് അല്ലെ. അതിൽ ഒരു പുരുഷനായ ജീവാത്മാവിൽ ഈശ്വരൻ വന്നു, അതാണ് അതിന്റെ കാര്യം. പക്ഷെ അവിടെ കാളയായി മറ്റുള്ളതായി. മനുഷ്യൻ ഒരു മനുഷ്യനാണ്. അഗർ ഗൗ കഹ്യം വകുപ്പേ മാതാത്വഹ്യന.
ഗൗ എന്ന് പറയും. അതെന്തുകൊണ്ടാണ് ഇതൊരു അമ്മയാണ്? ഇൻ ബാത്തംകോ മനുഷ്യ ബിൽക്കുൽ ഹി ഭൂലെ ഹുയി റൈറ്റ് കുച്ച് ഭി ബതാത്തെ നഹി. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പറഞ്ഞു സത്യം ഒന്നും ആളുകൾക്ക് അറിയാൻ പാടില്ല. ബ്രഹ്മദ്വാര സൂര്യവംശി രാജ്യത്തെ സ്ഥാപന ഹോ രഹി ഹെ. ബ്രഹ്മാവിലൂടെ സൂര്യവംശ രാജ്യത്തിന്റെ സ്ഥാപനം നടക്കാണ്. യഹം കൊയ് രാജായിത്തോ ഹായ് നഹി. ബാബു ചോദിക്കാനും പറയാനുണ്ട്, രാജാവൊന്നുമില്ല, ആർക്കും എന്തുവേണ്ടി പറയാം. ഏക ബേഹത്ത് രാജ്യത്തെ ഈ പരിധിയില്ലാത്ത ബാബ പരിധി ഇല്ലാത്ത രാജ്യം നൽകാണ്. പഠായി സെ ജോ സൂര്യവംശി ചന്ദ്രവംശി ഘരാനയ്ക്ക് ഹോങ്കെ ഉൻകി ബുദ്ധിമേം ഏക ബൈഡ. ബാബ പഠിച്ച് സൂര്യവംശിയും ചന്ദ്രവംശിയും ആകേണ്ടവരുടെ ബുദ്ധിയിൽ കാര്യമില്ല. പകലെ ഏക നിശ്ചയ ചാഹിയേക്ക് ശിവബാബാഹി ഹംകോ സാത്തിലെ ജായ. ആദ്യം നമുക്ക് നിശ്ചയം വേണ്ട എന്താണ്? ശിവബാബയാണ് നമ്മളെ കൂടെ കൊണ്ടുപോകുന്നത്. ആ ഗുരു ഗോസായിക്ക് ഏത് കഹനയ്ക്ക് താക്കത്ത് ഹി നഹി. വേറെ ഒരു ഗുരുക്കന്മാർക്കും നമ്മളെ കൊണ്ടുപോകാനുള്ള ശക്തിയില്ല. അതെല്ലാം നമ്മൾ എന്താണ്? ആദരവോടുകൂടി ദ്രോണാചാര്യർക്കെതിരെ അമ്പയണമെന്ന് പറഞ്ഞു. ദ്രോണർക്കെതിരെ നീ ആയുധം. അപ്പൊ ആര് പറയും നമ്മൾ തലകുനിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആദരവോടുകൂടി ആയിരിക്കും. ഗുരുക്കന്മാരെ ആദരിച്ചിട്ട് അത് ഗുരുവല്ല, സദ്ഗുരു ഈശ്വരനാണ്, പരമാത്മാവാണ് എന്ന് പറയണം. പക്ഷെ ചിലർ ധിക്കാരത്തോടുകൂടി പറയും, അത് പ്രശ്നമുണ്ടാകും. ബാബുരൻ മധുരമായി മുംബൈ അല്ലെ ഭീഷ്മപിതാമഹന് തരാൻ പോയി. പതിത് പാവൻ തോ ഏക് ബാപ് ഹി ഉൻകോ ഹി യാദ് കർത്തേക്ക് ആകർ പാവൻ ബനാം. ബാബു ഈ ഗുരുക്കന്മാരെയൊക്കെ നിങ്ങൾ വിളിച്ചിരുന്നു. പതിത പാവനൻ ഒരേ ഒരു ബാബയാണ്. ഇവർ വരുന്നതിന് മുമ്പ് ദൈവത്തെ വിളിച്ചു. അപ്പൊ ബാബു ആരെ വിളിച്ചത്? ബാബ പറയണു ഒരേ ഒരു ബാബയാണ് ലോകം ഓർമ്മിക്കുന്നത്. നൈസോ പുരാനി പുരാനിസോ നൈ ഹോനായി. പുതിയത് പഴയതാകും, പഴയത് പുതിയതാകും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. പരംപിത പരമാത്മാക്കെ സിവായി പാവൻ ദുനിയ ഈ ബനാന സഭ. പരംപിത പരമാത്മാവിനല്ലാതെ പാവന ലോകം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ സായിബാബ അദ്ദേഹം ഭയങ്കര സിദ്ധിയുള്ള ഒരാളാണ്. ഒരു സ്വർണ്ണമാലയൊക്കെ പിടിക്കും. അപ്പൊ ചിലപ്പോ അതിൽ എത്ര കോടിക്കണക്കിന് ആൾക്കാരെ അയാളുടെ പറയുന്നത്. പക്ഷെ 1 ഇഞ്ച് സ്ഥലം സ്വർഗമാക്കാൻ പറ്റും. 1 ഇഞ്ച് സ്ഥലം സ്വർഗമാക്കാൻ ഒന്നും പറ്റില്ല. ബാപ്പസേഹി സൂര്യവംശി അവർ ചന്ദ്രവംശി രാജയ്ക്ക വർഷം. ബാബയിൽ നിന്നേ സൂര്യവംശ ചന്ദ്രവംശത്തിന്റെ രാജ്യം കിട്ടുകയുള്ളൂ. യഹം തോ കുച്ച് ഭി രാജായിനെ. ഇവിടെ ഒരു രാജ്യവുമില്ല. ഏകപടി സമച്ചിലേക്ക് ബാധ്യത. ഇതെല്ലാം എന്താണ് കൈലാസിഷ്ടൻ? നമ്മൾ ശരിക്കും നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യ സമുച്ചിത്തേഹി ശാസ്ത്ര സത്യഹി ഭഗവാനെ ബനായ. ആളുകൾ പറയാണ് വേദശാസ്ത്രമാണ് സത്യം. കാരണം അത് ഭഗവാനാണ് എഴുതിയത്. ഉനംകോ യഹ് പദാഹി നഹിക്ക് ഭഗവാനെ മനുഷ്യക്കെ തന്മയമാക്കർ ഗീതാ സുനായി. ഭഗവാൻ മനുഷ്യദേഹത്തിൽ വന്ന് ഗീതാജ്ഞാനം കൊടുത്തു. ആളുകൾക്ക് അറിയില്ല. ഉസ്പർ കൃഷ്ണ കാ നാം ഡാൽ. ഭഗവാൻ വന്നു എന്ന് എഴുതി വെച്ചു, പക്ഷെ അവിടെ കൃഷ്ണന്റെ പേര് എഴുതി. അതുകൊണ്ട് അതും പൊട്ടിപ്പോയി. ഏക ഭൂൽ ജബ് ബുദ്ധിസെ നികലെ. ഈ തെറ്റ് ബുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് പോകണം. പകലെ ശിവബാബക്കോ ജാനി തബ് സമച്ചെങ്കിൽ സ്വർഗീയ സ്ഥാപന കർത്തെ. ആദ്യം ശിവബാബയെ മനസ്സിലാക്കും, അപ്പോൾ മനസ്സിലാകും സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് ശിവനാണ്. ജാനത്തെ നഹിത്തോ അടുത്ത ജഗത്തെ. അത് മനസ്സിലാക്കാത്തവര് നമ്മളോട് തലപിടിക്കാൻ വരും. ബാബ കഹേങ്കി തും സ്വർഗമേ പൂജ്യപത് പാനേക്ക് ലായ്ക്ക് നഹി. ബാബ പറയാണ് അങ്ങനെ ജ്ഞാനത്തില് അടിക്കാനും പിടിക്കാനൊക്കെ വരാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ഉയർന്ന പദവി നേടത്തില്ല. ദൈവീ ഗുൺവാലെ നഹി ഹോ ധാരണ നഹി ഹോത്തിത്തോ വികാർ ജരൂർ ഹോ. ദൈവീക ഗുണമില്ല, ധാരണയില്ലെങ്കിൽ തീർച്ചയായിട്ടും വികാരങ്ങളുണ്ട്. ബൽക്കൊയ് ബൂട്ടേഹി ക്രോധോ ഉന്മേമ്പി ബഹുദ്. ചിലര് വൃദ്ധരാണെങ്കിലും ഒരു ക്രോധമാണ്. ക്രോധ ബൂഢാനഹി ഹോത്ത. ക്രോധത്തിന് പ്രായമാകുന്നില്ല. ആജുകൽ ബൂഢേബി വികാരം കൽ വൃദ്ധര് വികാരത്തിലേക്ക് പോകാണ്. ബാബ കാത്തേഹി കാം മഹാശത്രു മനുഷ്യവും കെലിയെ പൊറുപ്പിത്ര. ഈശ്വരൻ പറയുന്നത് കാമ മഹാശത്രു, മനുഷ്യര് പറയാണ് ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. വികാർ കെലിയെ ദേക്കു കിത്തനാ തങ്ക. വികാരത്തിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം അനുഭവിക്കുന്നു. രാവൺ സബീകം ഇബ്രഹിം. എല്ലാവരുടെയും കൂട്ടുകാരൻ ഇപ്പോൾ രാവണനാണ്. വിഷക്കി പൈതാസേന. വിഷത്തിൽ കൂടെ ജനിച്ചവരല്ലേ. വിഷക്കി പൈതായിസ് മാന രാവൺ കി പൈതാസ്. വിഷത്തിൽ കൂടി ജനിച്ചു എന്ന് പറഞ്ഞാൽ രാവണന്റെ കുട്ടികളാണ്. ചൂട്ട് ബോളിനേക്ക് ചോരി കറിനേക്ക് മാങ്കിനേക്ക് പറഞ്ഞു എന്തെങ്കിലും ദുഷിച്ച ശീലങ്ങളുണ്ട്. നുണ പറയുക, മോഷ്ടിക്കുക, യാചിക്കുക. ബാബ കത്തെ മെന്തോ ദാദാഹും പൈസ മാങ്ങത്തേക്കോ. ബാബ പറയാണ് ഞാൻ ദാതാവാണ്, ഞാൻ നിങ്ങൾക്കെല്ലാം നൽകും, നിങ്ങൾ എന്തിനാണ് യാചിക്കാൻ പോകുന്നത്? ജിസ്കോ ഇൻഷുർ കർണ ഹോക വഹ ആപ്പേക്ക് തരേ. ഈ ജ്ഞാനത്തില് തരേണ്ടവര് ബാബ പറഞ്ഞു, ചെയ്യേണ്ടവര് ചെയ്തോളൂ. നമ്മൾ പ്രത്യേകിച്ച് ജസ്റ്റ് കാര്യങ്ങൾ പറയണം. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിനെ കാര്യം ചെയ്യണം, അത് പറയണം. ബാബ അത് കൽപ്പകൽപ്പന നടത്തിക്കോളൂ, ഞാൻ നടത്തിക്കും. പക്ഷെ എല്ലാവരും അറിയണം. അറിഞ്ഞില്ല എന്ന് പറയുന്നു. ബാബ പറഞ്ഞു അത് ധാന്യം നടക്കും. കപ്പി മാമ്പുനായി. ഒരിക്കലും നമ്മള് ധനം യാചിക്കരുത്, അല്ലെ? രണ്ടു പ്രാവശ്യം വേണമെങ്കിൽ കാര്യം. മൂന്നാമതായിട്ട് ചോദിക്കും, ഇങ്ങനൊരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്തില്ല, അത് നമ്മളൊന്ന് ചിരിച്ചാൽ മതി, അല്ലെ? ചില പേർക്ക് നമ്മൾ ജയിച്ചു, അന്നേരം എന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കില്ല, പക്ഷെ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ അതറിഞ്ഞവര് ബാബ നടത്തും. ഏത് കാര്യവും നടക്കാത്തത് ബാബ.
आज बाबा का जन्मदिन है, कुछ तो भेजे, ऐसे मांग नहीं. അല്ലെ, ഭയങ്കര ഇതൊക്കെ ഉണ്ട്. ഇന്ന് ബ്രഹ്മബാബയുടെ ജന്മദിനമാണ്, നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ അയക്കണം, എന്തെങ്കിലുമൊക്കെ താ എന്ന് ക്ലാസ്സിൽ അല്ലെ, ഉണ്ടെങ്കിൽ കൊടുക്കണം, പക്ഷെ കൊടുക്കാനായിരിക്കണം. അത് പറഞ്ഞ് നുണ പറയാനും മടിയില്ല, മോഷിക്കാനും മടിയില്ല. സമച്ചാനാഹി ഇൻഷുറൻസ് കർണാക്കി പല തരോ. ബാബ പറയണ കുട്ടികളെ ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അത്രയും പറഞ്ഞാൽ മതി. भक्ति मार्ग में मनुष्य अपने को इंश्योर करते हैं ईश्वर के पास, जिसको दान कहा जाता है. ഭക്തി മാർഗത്തിലെ മനുഷ്യരെ ഇൻഷുർ ചെയ്യാറുണ്ട്, ഈശ്വരന്റെ അടുത്ത് എല്ലാം കൊടുക്കാറുണ്ട്, ദാനം ചെയ്യാറുണ്ട്. ഉസ്കാ ഫൽ ഭി ബാബ് ദേത്തെ, അതിന്റെ ഫലവും ദൈവം നൽകുന്നതാണ് വിശ്വാസം. വഹ് അധിക ഇൻഷുറൻസ് അല്ലെ, ഭക്തിമാർഗത്തിൽ ചെയ്യുമ്പോഴും ബാബു പറഞ്ഞു അതിന് ലഭിക്കും. ആൾക്കാർ അമ്പലത്തിൽ തന്നെ ചെയ്യുന്നു അല്ലെ, അത് ആവശ്യവുമാണ്. അവർ അതിന് 10-ന് 10 കിട്ടുള്ളൂ. ഇത് പരിധിയില്ലാത്ത ഒരു ഇൻഷുറൻസ് ആണ്. भक्ति मार्ग में कहते आए परमपिता परमात्मा ने एक भक्ति का फल दिया. ഭക്തി മാർഗത്തിൽ പറയാറുണ്ട് പരംപിത പരമാത്മാവ് ഈ ഭക്തിയുടെ ഫലം എനിക്ക് നൽകിയതാണ്. സാഹുകാർ ഹോകാത്തോ കഹേഗ യഥ പാസ്റ്റ് കർമ്മം കഫൽ ബലായി. പണക്കാരെന്താ പറയുന്നത്, ഞങ്ങളുടെ മുജ്ജന്മത്തിന്റെ കർമ്മത്തിന്റെ ഫലമാണിത്. कोई गरीब है क्योंकि नहीं किया है इसलिए धन नहीं. ചിലര് പാവങ്ങളാണ്, എന്തുകൊണ്ടാൽ ജന്മത്തിൽ ദാനത്തിന്റെ ഇൻഷുറൻസ് ഇല്ല, അതുകൊണ്ട് ദാനം കിട്ടുന്നില്ല. ബാബ ഖാത്തെ മേരെ പാസ് കി സബ് ഇൻഷുർ കർത്തെ. ബാബ പറയാണ് ഭക്തിയാണെങ്കിലും ജ്ഞാനമാണെങ്കിലും എന്റെ അടുത്ത് തന്നെയാണ് ഇൻഷുറൻസ് ഒക്കെ നടക്കുന്നത്. ഖാത്തെ ഏത് ഭഗവാനെ ദയാഹി, അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഭഗവാൻ നൽകിയതാണ്. ഭക്തി മാർഗമേന്തും ഇൻഷുർ കർത്തേ ഹോ അതുക, ഭക്തി മാർഗത്തിൽ നമ്മുടെ ഇൻഷുറൻസ് പരിധിയുള്ളതാണ്. അബ് ഡയറക്റ്റ് ഇൻഷുറൻസ് കർത്തേ ഹോ, ഇപ്പോൾ നമ്മൾ നേരിട്ട് പരിധി ഇല്ലാത്ത ഇൻഷുറൻസ് ആണ് ചെയ്യുന്നത്. മാതാപിതാനെ ദേഖോ ഇൻഷുറൻസ് കിയാ ഹെ തോ കിതന റിട്ടേൺമെന്റ് ദേത്തെ. ബ്രഹ്മബാബയും അമ്മയും എത്രയോ ഇൻഷുറൻസ് ചെയ്തു, അപ്പോൾ എത്രയാണ് അവർക്ക് പ്രതിഫലം കിട്ടുന്നത്. കന്യാക്കെ പാസ് പൈസ ഹോത്തനായി, പെൺകുട്ടികളുടെ അടുത്ത് പൈസ ഇല്ല. വഹുഫിർ ഈ സർവീസ് മേ ലഗ് ജായേ തോ സബ്സെ ഉഞ്ച ജാ സക്താ. ബാബ പറഞ്ഞു ധനമില്ലെങ്കിൽ ദേഹം കൊണ്ട് നന്നായിട്ട് സേവ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാക്ക് മനസ്സ് ഇതൊക്കെ ഉപയോഗിച്ച് സേവ ചെയ്യുകയാണെങ്കിൽ വളരെ ഉയർന്ന പദവി നേടാൻ പറ്റും. മമ്മാനെ കുച്ച് ബി ഇൻഷുർ നഹി, മമ്മ യജ്ഞത്തിൽ ധനത്തിന്റെ സേവ ചെയ്തിട്ടില്ല. ശരീർ ഈ സർവീസ് മേ ദേഖുക, പക്ഷെ മമ്മ എന്ത് ചെയ്തു, തന്റെ ദേഹം ഭഗവത് യജ്ഞത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചു. കിത്തന ഒരു പദപ്പ, അവൾ എത്ര ഉയർന്ന പദവി നേടി. ആത്മാ ജാൻതി ഹെ मैं इस शरीर से बेहद के बाबा की सेवा कर रही हूँ. ആത്മാവിനറിയാം ഞാൻ ഈ ശരീരത്തിലൂടെ പരിധിയില്ലാത്ത ബാബയുടെ സേവ ചെയ്യും. അല്ലെ, ആ ഭാവന ഇല്ലെങ്കിൽ ഭക്തിയിൽ ഫലം കിട്ടും. ഫലം കിട്ടാതിരിക്കില്ല. നമ്മുടെ ആർക്ക് പഠിച്ചു കിട്ടാനെന്തെങ്കിലും ഒരു ഉടമ്പള്ളക്ക് ഒരു ഫലം കിട്ടും. യജ്ഞത്തിൽ ബാബ പറയണു എന്റെയാന്ന് വിചാരം കൊണ്ട് ചെയ്തില്ലെങ്കിൽ, ഞാനാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് വിചാരം ചെയ്തില്ലെങ്കിൽ 1-1 അല്ലെങ്കിൽ മാക്സിമം 1-2 അല്ലെ. അപ്പൊ ഇത് ഭഗവാന്റെ യജ്ഞമാണ്, ഭാഗ്യമാണ് എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിച്ചു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരാളുടെ പ്രശ്നമില്ല, എല്ലാം യാചിക്കരുത്. അവർ വിചാരിക്കും ഇത് എന്തൊരു കഷ്ടമായി പോയി, ഇവിടെ വന്നപ്പോൾ പൈസ കൊടുക്കണം, അല്ല അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെ ആവശ്യമില്ലാത്ത പണി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അല്ല ഇതൊക്കെ ഞാൻ വീട്ടിലാണെങ്കിൽ അത്ര അന്തസ്സോട് കൂടി ജീവിച്ചു. അങ്ങനെ ധാരാളം കുട്ടികൾ പോയി, ഞങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരു 2 ചപ്പാത്തി ഇവിടെ കിട്ടും, ഇന്നത്തെ അവസാനം ഒന്നും ഇല്ലാതെ പിന്നെ ജോലി എടുത്ത് തൂത്തുവായിരുന്നു, അത് വേണം. അപ്പൊ അതിലൊക്കെ നമ്മുടെ വീട് തന്നെ അവർ പോയി. അപ്പൊ ബാബ പറയാണ്, അപ്പൊ അത് പ്രഷർ ചെയ്തോണ്ടേ അവരോട് തന്നെ. അപ്പൊ ബാബ പറയാണ് ആത്മാവ് മനസ്സിലാക്കണം, ഈ ശരീരത്തിൽ കൂടെ പരിധിയില്ലാത്ത ബാബയുടെ സേവ ഞാൻ ചെയ്യാണ്. ജഗദംബ കിത്തന ബഡ മർത്തബാഹി, ജഗദംബ എന്നുള്ള പദവി എത്ര വലിയതാണ്. ജഗദംബ ജ്ഞാനേശ്വരി ദുർവഹി രാജരാജേശ്വരി. ആ ജഗദംബ ജ്ഞാനേശ്വരി തന്നെയാണ് പിന്നീട് രാജരാജേശ്വരി ആകുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. ഇവിടെ ജ്ഞാനേശ്വരി അല്ലെ, അവിടെ യോഗയെ വെച്ചു. ഇവിടെ സേവാധാരി, അവിടെ അധികാരി. ഇവിടെ അധികാരി, അവിടെ സേവാധാരി. എല്ലാത്തിനും കണക്കുണ്ട്. അച്ഛ मीठे मीठे सिकिल दे बच्चों प्रति माता पिता बाप दादा का याद प्यारा और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप दादा को नमस्ते. धारणा के लिए प्रधान കാര്യങ്ങൾ. सबूत बनने के लिए बाप की श्रीमत पर चलना. സുപുത്രനാകുന്നതിനെ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. സുപുത്രനാകുന്നതിനെ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. സുപുത്രനാകുന്നതിനെ बाबे श्रीमत अनुसरिച്ച് जो भी बुरी आदतें हैं मांगने की, चोरी करने की व झूठ बोलने की वक्त निकाल देंगे. എന്തെല്ലാം മോശമായ സ്വഭാവങ്ങളുണ്ടോ, മോഷണം, യാചന, നുണ പറച്ചില്, അതൊക്കെ ഇല്ലാതെയാണ്.
अपना सब कुछ बाबा के पास इൻश्योर करना, തന്റെ സർവസ്വവും ബാബയുടെ അടുത്ത് ഇൻഷുർ ചെയ്യും. शरीर भी ईश्वरीय सेवा में लगा, ശരീരവും ഈശ്വരീയ സേവനത്തിൽ അർപ്പിക്കണം, ശരീരവും ഈശ്വരീയ സേവനത്തിൽ അർപ്പിക്കണം. माया की प्रवेशता किसी भी कारण से न हो, इसमें सावधान रहना. മായയുടെ പ്രവേശത ഒരു കാരണവശാലും ഉണ്ടാകരുത്, ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഒരു കാരണവശാലും മായയുടെ പ്രവേശത വരാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. सदा हर कर्म में रूहानी नशे का अनुभव करने और कराने वाले कुछ नसीब हो. सदा ഓരോ കർമ്മത്തിലും ആത്മീയ ലഹരി അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാനായി ഭവിക്കും. ഓരോ കർമ്മത്തിലും ആത്മീയ ലഹരി അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാനായി ഭവിക്കും. അതിന്റെ വിശദീകരണം, संगम युग पर आप बच्चे सबसे अधिक कुछ नसीब, क्योंकि स्वयं भगवान ने आपकी पसंद कर. സംഗം യുഗത്തിൽ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ഏറ്റവും അധികം ഭാഗ്യശാലി. എന്തുകൊണ്ടെന്നാൽ സ്വയം ഭഗവാൻ നമ്മളെ ഇഷ്ടപ്പെട്ടു, ഭഗവാൻ നമ്മൾ ഇഷ്ടപ്പെട്ടു, ഭഗവാൻ നമ്മൾ സെലക്ട് ചെയ്തു, ഭഗവാന്റെ യജ്ഞത്തിലേക്ക് നമ്മളെ വിളിച്ചു. അതുകൊണ്ട് ഏറ്റവും ഭാഗ്യശാലി. ബേഹത്ത് കെ മാലിക് പറ്റി നമ്മൾ പരിധി ഇല്ലാത്ത അധികാരികളായി. ഭഗവാൻ की डिक्शनरी में हुई स्कोप में आपका नाम, അല്ലെ ലോകത്ത് 108 നേതാക്കന്മാർ വന്ന അവരുടെ പുസ്തകം അല്ലെന്നും ആ ഭാഗത്തിൽ നമ്മളുണ്ടാകും. ബാബ പറയണം, ഭഗവാന്റെ ഡിക്ഷണറിയിൽ പഴവീട് മെയിൻ ആൾക്കാരുടെ ഒക്കെ പേര് വെക്കുകയാണെങ്കിൽ ഇന്ദിരാമതി ഉണ്ടാവും, നമ്മൾ ആരും ഉണ്ടാകും. പക്ഷെ ബാബ പറയണം, എന്റെ പുസ്തകത്തിൽ ഇവരുടെ പേര്. बेहद का बाप मिला, बेहद का राजभाग्य मिला, बेहद का खजाना मिला, यही नशा सदा रही. तो അതീന്ദ്രിയ സുഖ का അനുഭവം होता है. പരിധി ഇല്ലാത്ത അച്ഛനെ കിട്ടി, പരിധി ഇല്ലാത്ത രാജ്യഭാഗ്യം കിട്ടി, പരിധി ഇല്ലാത്ത ഖജനാവ് കിട്ടി. ഈ ലഹരി സദാ ഉണ്ടെങ്കിൽ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ഉണ്ടാകും. പരിധി ഇല്ലാത്ത ബാബയെ കിട്ടി, എല്ലാവരുടെയും അച്ഛനെ സ്വന്തമായി കിട്ടി. പരിധി ഇല്ലാത്ത രാജ്യഭാഗ്യമാണ് കിട്ടാൻ പോകുന്നത്. ഈ ഭൂമി മുഴുവൻ നമ്മൾ ഭരിക്കും. അത് 1-2 ജന്മമല്ല, 25 തലമുറ. ഈ സമയത്തോ പരിധിയില്ലാത്ത ഖജനാവ്. ബാബ പറയണം, ആ ലഹരി ഉണ്ടെങ്കിൽ അതീന്ദ്രിയ സുഖം. ഇത് പരിധി ഇല്ലാത്ത ആത്മീയ ലഹരിയാണ്. इसका अनुभव करते और कराते रहो तब कहेंगे कुछ. ഇതിന്റെ ആ അനുഭവം ബാബ പറഞ്ഞു ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം, അവരാണ് ഭാഗ്യശാലി. ശ്ലോകം, സാധനം കോ സേവാ കെ പ്രതി യൂസ് കरो, ആരാം വസന്ത് ബനനെ കെ. സാധനങ്ങളെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കും, നമ്മുടെ സുഖത്തിന് വേണ്ടി. ബാബ നമുക്ക് സാധനങ്ങൾ നൽകും, നല്ല വീട്, മറ്റ് സാധന സാമഗ്രികൾ, വാഹനമൊക്കെ നൽകും. ബാബ നിങ്ങളുടെ സുഖത്തിനായിട്ട് ഉപയോഗിക്കും, ആവശ്യത്തിന് ഉപയോഗിക്കും, കുഴപ്പമില്ല, ശ്രദ്ധിക്കണമെന്ന് മാത്രം. പക്ഷെ അത് സേവനത്തിന് വേണ്ടിയില്ല. ബാബ അത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം, നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. എന്ന് ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബാബ, ടീച്ചർ, സദ്ഗുരു മൂന്നും പരമപ്രിയമാണ്. മൂന്നും ഇവിടെ ഒന്നാണ്. 3 പേരെ ഓർമ്മിക്കുന്നത് സഹജമാണ്. ഈ കലിയുഗത്തില് രാവണൻ വികാരങ്ങൾ വളരെ ചെറുപ്പമാണ്. പ്രായമായാലും ക്രോധമുണ്ട്, വികാരങ്ങൾ, കാമവികാരമൊക്കെ പ്രായമായവർക്ക്. അല്ലെ, ഈ ഒരു സമയത്താണ് പരമപിത പരമാത്മാവ് വന്ന് ജ്ഞാനം നൽകുന്നത്. ഭക്തിമാർഗത്തിൽ അവർ ലിംഗപൂജ ചെയ്യുന്നു, പലതും ചെയ്യും. ബാബു പറഞ്ഞു, പരമാത്മാവ് എന്ത് സാധനമാണ്, ആത്മാവ് എന്ത് സാധനമാണ്, ആത്മ തന്നെ. ഇനി പരമാത്മാവ് ഏതിൽ വന്ന് ഗംഗ ഒഴുകി, ഗംഗ ഏതാന്ന് പോലും അവർക്കറിയില്ല. എന്നാലും കാളയുണ്ട്, ലോകമുണ്ട്, ഭാഗ്യമുണ്ട്. ബാബ പറയാണ്, ഞാനൊരു സാധാരണ വൃദ്ധശരീരത്തിൽ, അല്ലെ, അതൊരു പുരുഷനായതുകൊണ്ടാണ് കാളയായിട്ട് കാണിച്ചത്, അതൊരു ജീവാത്മാവായതുകൊണ്ടാണ് പശുവായിട്ട് കാണിച്ചത്, അതൊരു ഭാഗ്യം ചെയ്ത രഥമായതുകൊണ്ടാണ് ഭാഗീരഥനായിട്ട് കാണിച്ചത്. അതിൽ വന്ന് ജ്ഞാനത്തിന്റെ ഗംഗ ഒഴുക്കാം. ഇതൊന്നും ലോകത്ത് ഒരു ആചാര്യന്മാർക്കും പണ്ഡിതന്മാർക്കും അറിയാം. ഇനി ഭഗവത്ഗീതയിൽ ഭഗവാൻ വരുന്നുണ്ട്, പക്ഷെ അവിടെ മനുഷ്യന്റെ പേര് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോഴും അത് കണ്ടിരിക്കും. പിന്നെ അവര് പറയുന്നത് തൂണിലും തുരുമ്പിലെല്ലാം ദൈവം, അവര് ഞാനില്ല, അല്ലെ. പിന്നെ അവര് പറയുന്നത് ബ്രഹ്മമാണ് ദൈവം, അവര് ഞാൻ ബ്രഹ്മത്തിലിരിക്കുന്ന ഞാൻ സാഗരം.
എല്ലാ ഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമാണ്. അത് അച്ഛനാണ്, അത് വീടാണ്. ബാബറിന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പ്രദർശനികളിലെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുപേര് സെൻട്രൽ വരും. അതിൽ കുറച്ചുപേര് നല്ല പുരുഷാർത്ഥികളായിട്ടുണ്ട്. ദേവതാധർമ്മത്തിൽപ്പെട്ടവരെ ബ്രാഹ്മണരാകും, ബാക്കി ആരും മാറില്ല. ബാക്കിയെല്ലാം പകുതിക്ക് ശേഷം വന്ന കൊമ്പുകളാണ്. അതിൽ നിന്നും ആരും ഇതിനകത്തേക്ക് വരില്ല. അവസാനം അവർക്ക് ക്രിസ്തുവിന്റെ ആത്മാവും ബാബ പറഞ്ഞ ജന്മങ്ങളെടുത്ത് പതിതമായി കിടക്കാം. പുതിയത് പഴയതാകും, പഴയത് പുതിയതാകും. അത് പ്രകൃതി നിയമമാണ്, അല്ലെ? ആ നിയമം അനുസരിച്ച് എല്ലാം പോയിട്ടുണ്ട്. ബാബ പറയാണ്, ഈ യജ്ഞത്തിൽ നമ്മുടെ ശരീരവും മനസ്സും ധനവും ഒക്കെ നമ്മൾ അർപ്പിക്കുക. ഭക്തിമാർഗത്തിലും ദാനത്തിനാണ് നമുക്ക് പുണ്യം കിട്ടുന്നത്. അതിന്റെ ഫലം നൽകുന്നത് ഭഗവാൻ തന്നെ എന്നൊരു വിശ്വാസം. അവർക്ക് ഞാൻ തന്നെ അത് ചെയ്യും, അല്ലെ? ഈ ജ്ഞാനമാർഗത്തിൽ ഇത് ഡയറക്റ്റാണ്, പരിധി ഇല്ലാത്തതാണ്. പക്ഷെ ബാബ അതും പറഞ്ഞ നുണയം പറഞ്ഞു, അല്ലെ? യാചിച്ചൊന്നും പൈസ മേടിക്കരുത്. ബാബയുടെ ജന്മദിനമാണ്, മക്കളുടെ ജന്മദിനമാണ്, പൈസ അങ്ങനെയൊന്നും മേടിക്കരുത്. ബാബ പറയണം, ചെയ്യേണ്ടവരത് ചെയ്തു, കൽപ്പകൽപ്പങ്ങൾ ചെയ്തവർ ചെയ്തു. അതിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത്. പരിധിയില്ലാത്ത ഇൻഷുറൻസ് ആണ് ബാബയുടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ധനമില്ലെങ്കിൽ ബാബ പറയാണ്, ഭഗവാന്റെ യജ്ഞമാണെന്ന് മനസ്സിലാക്കി യജ്ഞസേവ ചെയ്യും. ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം, ആർക്കും വേണ്ടിയും ചെയ്യണം, ആരും കാണാനും ചെയ്യണ്ട. അത് നമുക്ക് നഷ്ടമുണ്ടാകും. ബാബ പറയാണ്, ബാബയ്ക്ക് വേണ്ടി ബാബ നൽകിയ ഭാഗ്യമാണ് വിചാരിച്ച് യജ്ഞസേവ ചെയ്താലും ഉയർന്നു നടക്കും. മമ്മ യജ്ഞത്തിന് വേണ്ടി പൈസ കൊണ്ടുവന്നില്ല, പക്ഷെ മമ്മ തന്റെ ശരീരം മനസ്സും പൂർണ്ണമായും ബാബയുടെ യജ്ഞത്തിൽ സമർപ്പിച്ച് ചെയ്യും. ബാബ പറഞ്ഞു, രാജരാജേശ്വരിയായി മാറി. ജ്ഞാനേശ്വരി രാജരാജേശ്വരി. ബ്രഹ്മാവിന്റെ കയ്യിൽ ശാസ്ത്രങ്ങൾ കാണിക്കാം, പക്ഷെ അത് ആരാണ് വെച്ചു കൊടുത്തത്? ഈ ബ്രഹ്മാവ് ആരാണ്? ആർക്കും തന്നെയാണ്. ഈ സമയത്താണ് ബാബ ഈ ഗുഹ്യത്തിലും ഗുഹ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ആത്മാവും പരമാത്മാവും വേറെ വേറെയാണ്. ആത്മാവും പരമാത്മാവും ബ്രഹ്മവും വേറെ വേറെയാണ്. ഓരോരോ ആത്മാവിനും വ്യത്യസ്തമായ പാർട്ടുകളുണ്ട്, ഇതെല്ലാം വേറെ വേറെയാണ്. ഇങ്ങനെയുള്ള ഗുഹ്യത്തിലും ഗുഹ്യമായ രഹസ്യങ്ങൾ ഈ സമയത്താണ് ബാബ പറഞ്ഞത്. അതാര് പഠിക്കും? ബാബറോ കേവലം രാവണൻ മാത്രമേ അത് പഠിക്കൂ. അതുകൊണ്ടാണ് ബാബ വരദാനത്തിന് എന്ന് പറഞ്ഞത്, അവര് സൗഭാഗ്യശാലികളാണ്, അല്ലെ? അത്രയും ഈശ്വരൻ എന്നെ സ്വന്തമാക്കി, ഈശ്വരൻ എന്നെ പഠിപ്പിക്കുകയാണ്, ഈശ്വരൻ പരിധിയില്ലാത്ത രാജ്യം നൽകുകയാണ്. ബാബ പറയണം, ആ ലഹരി ഉണ്ടായി. രാവണൻ ബലവാനാണ്. രാവണൻ ബലവാനായ സമയത്താണ് നമ്മളോട് യുദ്ധത്തിന് പറയുന്നത്. നമ്മൾ ബലഹീനരാണ്. രാവണൻ തന്നെയാണ് നമ്മള് ബലഹീനമാക്കിയത്. പകുതി കൽപ്പത്തിൽ രാമൻ ഭരിച്ചു, പകുതി കൽപ്പം രാവണൻ ഭരിച്ചു. അവരുടെ രണ്ടുപേരും ബലവാന്മാരെ തന്നെയാണ്. ബാക്കി എല്ലാ ധർമ്മങ്ങളും രാവണ കാലത്താണ് ഉണ്ടായത്. എന്നാലും അവരുടെ വരവിൽ അവർ സർവപ്രധാനമായിരിക്കും. പിന്നെ രജോ തമോയിലേക്ക് അവർ കടക്കാതിരിക്കില്ല. അത് സൃഷ്ടിയുടെ കായികയാണ്, നിയമമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് പറയുന്നു? ഈ സമയത്ത് ഉയരേണ്ട സമയമാണ് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ സ്ലോഗനിൽ എന്താണ് പറഞ്ഞത്? അതായത് സ്ലോഗനിൽ ഭാവി എന്ന് പറഞ്ഞു, സാധനങ്ങള് സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അല്ലെ? നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട്. ഓം ശാന്തി.